ഹലോ ഓൾ, നമ്മുടെ ബോർഡ് എക്സാമിങ് അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ബോർഡ് എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോർഡ് എക്സാമിന് നമ്മുടെ ഇൻഓർഗാനിക് കെമിസ്ട്രിയിലെ രണ്ട് പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സായ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ഈ രണ്ട് ചാപ്റ്റേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് 100% ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് അനാലിസിസ് നോക്കാം. അതായത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് നിങ്ങൾക്ക് ബോർഡിന് കണ്ടോ 6 മാർക്കിൻ്റെ വരെ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. സെക്കൻഡ് വൺ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നോക്കിക്കേ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിലെ ചില പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളും നമുക്ക് ഷുവറായിട്ട് ചോദിക്കുന്ന കൺസെപ്റ്റുകളും ക്വസ്റ്റ്യൻസും ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിലെ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന 4 പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ് അഥവാ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, ഇത് കൂടാതെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്, കണ്ടോ സ്കാൻഡിയം +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അതിൽ തന്നെ കണ്ടോ സിങ്കിന്റെ പ്രത്യേകത പ്രത്യേകം നോട്ട് ചെയ്തോണം, കണ്ടോ ഒൺലി +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ കാണിക്കുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് നമ്മുടെ മാംഗനീസിന്റെ പ്രത്യേകത നോക്കിക്കേ. അതായത് മാംഗനീസ് നമുക്ക് പറയാം, കണ്ടോ +2 മുതൽ +7 വരെയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അപ്പോൾ ട്രാൻസിഷൻ എലമെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ ഈ ടേബിളിൽ നോക്കിയാൽ മനസ്സിലാവും, എല്ലാ ട്രാൻസിഷൻ എലമെന്റ്സും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. കണ്ടോ മാംഗനീസ് +2 മുതൽ +7 വരെ കാണിക്കുന്നു, ടൈറ്റാനിയം +2 മുതൽ +4. ഇതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട 2 എലമെന്റ്സ് ആണ് സ്കാൻഡിയം ഒൺലി ഷോ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, സിങ്ക് ഒൺലി ഷോസ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതുപോലെ തന്നെ നമ്മുടെ കോപ്പറിന്റെ പ്രത്യേകത കൂടെ നിങ്ങൾ നോക്കിക്കേ. കോപ്പറിന്റെ പ്രത്യേകത എന്താണ്? കോപ്പർ ട്രാൻസിഷൻ എലമെന്റ്സി നമുക്ക് പറയാം ഡി ബ്ലോക്ക് എലമെന്റ്സി അഥവാ 3D ട്രാൻസിഷൻ സീരീസിൽ ഒൺലി +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ഒരേ ഒരു എലമെന്റ് ആരാണ്? കോപ്പർ ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇവരുടെ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കിക്കേ. ട്രാൻസിഷൻ എലമെന്റ് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇതിൽ തന്നെ കണ്ടോ എലമെന്റ്സ് ഡു നോട്ട് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്ത 2 എലമെന്റ്സ് ആരൊക്കെയാണ്? സ്കാൻഡിയവും സിങ്കും ആണ് കേട്ടോ. പ്രത്യേകം നോട്ട് ചെയ്തോണം, നമുക്ക് 1 മാർക്കിന്റെ MCQ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അതായത് സ്കാൻഡിയം ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രം? ഒൺലി ഷോസ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സിങ്ക് കൺസിഡർ ചെയ്താൽ സിങ്ക് ഷോസ് ഒൺലി +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി ഇതിൽ തന്നെ നമുക്ക് പറയാം ഏറ്റവും ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ പ്രത്യേകം ക്വസ്റ്റ്യൻ നോക്കിക്കോണം 3D സീരീസ് എന്നോ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിലോ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന എലമെന്റ് ചോദിച്ചാൽ ആരായിരിക്കും ഉത്തരം? മാംഗനീസ് ആയിരിക്കും. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങളോട് ചോദിക്കുകയാണ്, ട്രാൻസിഷൻ എലമെന്റിൽ ഹയസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ ആർക്കെന്ന് ചോദിച്ചാൽ അത് റുതീനിയത്തിനും ഓസ്മിയത്തിനുമായിരിക്കും. ഈ 2 എലമെന്റ് കേട്ടോ +8 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അപ്പോൾ 3D സീരീസിൽ നമുക്ക് പറയാം ഏറ്റവും ഹയസ്റ്റ് മാംഗനീസിനായിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ റീസൺ ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമായിട്ട് നമുക്ക് വന്നിരിക്കണം. നോക്കിക്കേ, ദ കോസ് ഓഫ് ഷോയിങ് ഡിഫറൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ്. എന്തുകൊണ്ടാണ് ഇവർ ഡിഫറൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള റീസൺ നിങ്ങൾ പഠിച്ചോണം. ഡ്യൂ ടു small difference in energies between electrons of ns and n-1 into d orbital. നമുക്ക് ജനറൽ ആയിട്ട് പറയാം ട്രാൻസിഷൻ എലമെന്റ്സിൽ ns-ഉം n-1 into d ഓർബിറ്റൽ, അല്ലെങ്കിൽ പറയാം ഇപ്പോൾ 4s-ഉം 3d ഓർബിറ്റൽ. ns-ഉം n-1 into d ഓർബിറ്റൽസിലാണ് നമുക്ക് ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത്. ഇവരുടെ എനർജി ഡിഫറൻസ് വളരെ കുറവായതുകൊണ്ടാണ് ഇവരെന്ത് കാണിക്കുന്നത്? ഈ 2 ഓർബിറ്റൽസിന്റെ എനർജി ഡിഫറൻസ് കുറവായതുകൊണ്ട് ഇവർ എന്ത് കാണിക്കും? നമുക്ക് പറയാം വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ മിക്കവാറും നിങ്ങൾക്ക് 2 മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിന് റീസണിങ് ക്വസ്റ്റ്യൻ ആയിട്ട് എന്തുകൊണ്ട് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു എന്നൊരു ചോദ്യം സാധാരണ നമുക്ക് വരാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതേ ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. കണ്ടോ ട്രാൻസിഷൻ എലമെന്റ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഞാനിപ്പോൾ പറഞ്ഞ ചോദ്യം കണ്ടോ വൈ ഒരുപാട് തവണ നമുക്ക് റിപ്പീറ്റ് ചെയ്ത ഒരു ചോദ്യമാണ്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു. ഓക്കെ,
ഐഡന്റിഫൈ ദ എലമെന്റ് ഇൻ 3D ട്രാൻസിഷൻ മെറ്റൽ സീരീസ് ദാറ്റ് എക്സിബിറ്റ് മാക്സിമം നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞു 3D ട്രാൻസിഷൻ സീരീസിൽ മാക്സിമം നമ്പർ കാണിക്കുന്നത് ആരാണ്? ഉത്തരം നമുക്ക് പറയാം ആരായിരിക്കും? നമ്മുടെ മാംഗനീസ് ആയിരിക്കും. കണ്ട, മാംഗനീസ് +2 മുതൽ +7 വരെയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത കൺസെപ്റ്റ് നോക്കാം. ട്രാൻസിഷൻ എലമെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടിയാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. അപ്പം ട്രാൻസിഷൻ എലമെന്റ്സ് നമുക്ക് പറയാം മോസ്റ്റ് ഓഫ് ദ ട്രാൻസിഷൻ എലമെന്റ്സും ഏത് മാഗ്നറ്റിസം ആയിരിക്കും? പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ ആയിരിക്കും. ഇതിന്റെ റീസണും പഠിച്ചോണം. അതായത് പാരാമാഗ്നറ്റിസം കാണിക്കണമെങ്കിൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ. ഇതിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണ് ഏത് മാഗ്നറ്റിസം? പാരാമാഗ്നറ്റിസം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുന്തോറും ഇവരുടെ മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ പാരാമാഗ്നറ്റിസത്തിന് കാരണം ആരാണ്? അൺപെയർഡ് ഇലക്ട്രോൺ ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, അഥവാ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ്. നിങ്ങൾക്ക് മിക്കവാറും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്ക് പറയാം mu effective is equal to √n into n+2. Its unit is Bohr magneton, where n is the number of അൺപെയർഡ് ഇലക്ട്രോൺ. അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് നമുക്ക് n വരുന്നത്. ഓക്കെ, എങ്കിൽ അതിൽ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ കണ്ടോ, സ്കാൻഡിയം 3+, Ti 4+. ഇവിടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് D0 കോൺഫിഗറേഷനാണ് വരുന്നത്. D0 വന്നാൽ അൺപെയർഡ് ഇലക്ട്രോൺ ആബ്സെന്റ് അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ Cu+, Zn2+, Cd2+. നിങ്ങൾക്കറിയാം കോപ്പർ, സിങ്ക്, കാഡ്മിയം ഇവർക്കെല്ലാം D10 ആണുള്ളത്. കോപ്പറിൽ നിന്ന് കണ്ടോ 1 പോകുമ്പോൾ നമുക്ക് പറയാം ഇവർക്ക് 3 പേർക്കും D10 കോൺഫിഗറേഷനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചോണം, D0യും D10ഉം വന്നാൽ അങ്ങനെയുള്ളവർ ഏത് മാഗ്നറ്റിസം ആയിരിക്കും? ഡയാമാഗ്നറ്റിസം ആയിരിക്കും. കാര്യം ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഇല്ല. കണ്ടോ, D0 D10 കോൺഫിഗറേഷൻ വന്നാൽ നമുക്ക് പറയാം അവർ ഏത് മാഗ്നറ്റിസം കാണിക്കും? ഡയാമാഗ്നറ്റിസം കാണിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ പാരാമാഗ്നറ്റിസം, എല്ലാ ഇലക്ട്രോണും പെയർഡ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിസം. ഓക്കെ, എങ്കിൽ മാഗ്നറ്റിസമായിട്ട് ബന്ധപ്പെട്ട നമുക്കൊരു ചോദ്യം നോക്കാം. കാൽക്കുലേറ്റ് ദി സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് M2+ aqueous ion where Z is equal to 27. Z എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം അറ്റോമിക് നമ്പർ ആണ്. അപ്പോൾ അറ്റോമിക് നമ്പർ 27 എലമെന്റ് ആരാണ്? നമ്മുടെ കൊബാൾട്ട് ആണ്. ഓക്കെ, കൊബാൾട്ട് 27 ആകുമ്പോൾ കോൺഫിഗറേഷൻ എന്ത് പറയാം? ആർഗൺ കഴിഞ്ഞ് 3d7 4s2. ഈ 27 ആണെങ്കിൽ കണ്ട 7ലാണ് അവസാനിക്കുന്നതെങ്കിൽ എപ്പോഴും നമുക്ക് ക്രോമിയത്തിനും കോപ്പറിനും ഒഴികെ എക്സെപ്ഷൻ ആയിട്ട് നമുക്ക് പറയാം. കണ്ടോ, 27 7ലാണ് അവസാനിക്കുന്നതെങ്കിൽ എപ്പോഴും നമുക്ക് അങ്ങനെയുള്ളവരുടെ 3Dയിൽ ഇലക്ട്രോൺ 7 ആയിരിക്കും കേട്ടോ. ഓക്കെ, ആർഗൺ കഴിഞ്ഞ് 3d7 4s2. അപ്പോൾ M2+ അക്വസ് എന്ന അപ്പോൾ കൊബാൾട്ട് 2+. കൊബാൾട്ട് 2+ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ പോകണം. 4sൽ നിന്ന് 2 ഇലക്ട്രോൺ പോകും. അപ്പോൾ ആർഗൺ കഴിഞ്ഞ് കോൺഫിഗറേഷൻ എന്ത് വരും? 3d7 എന്ന് വരും. ഓക്കെ, അങ്ങനെയെങ്കിൽ കൊബാൾട്ട് 2+ലെ അൺപെയർഡ് ഇലക്ട്രോൺ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇത് വരക്കാതെ തന്നെ കണ്ടുപിടിക്കാം കേട്ടോ. 3Dയിലെ ഇലക്ട്രോൺ 1 മുതൽ 5 വരെയാണെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോൺ എപ്പോഴും ആ നമ്പർ ആയിരിക്കും. ഇനി 3Dയിലെ ഇലക്ട്രോൺ നിങ്ങൾക്ക് കിട്ടുന്ന അയോണിക് സ്റ്റേറ്റിൽ 3Dയിലെ ഇലക്ട്രോൺ 6 മുതൽ 10 വരെയാണെങ്കിൽ 10ൽ നിന്ന് നിങ്ങൾ ആ നമ്പർ സബ്സ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നതായിരിക്കും അൺപെയർഡ് ഇലക്ട്രോണിന്റെ എണ്ണം. ഇവിടെ 7 വന്നതുകൊണ്ട് വേണേൽ വരച്ച് പോലും നോക്കണ്ട. 10ൽ നിന്ന് 7 കുറച്ചാൽ കിട്ടുന്ന 3 ആയിരിക്കും അൺപെയർഡ് ഇലക്ട്രോൺ. അല്ലെങ്കിൽ വരച്ച് നോക്കാം, നമുക്ക് നോക്കാം. ഇവിടെ ദേ നോക്കിക്കേ, 3d7 വരക്കുമ്പോൾ 5d ഓർബിറ്റൽ 1 2 3 4 5 6 7 ദേ നോക്കിക്കേ, കണ്ടോ അൺപെയർഡ് ഇലക്ട്രോൺ. അപ്പോൾ 6 മുതൽ 10 വരെയാണ് അയോണിക് സ്റ്റേറ്റിൽ ഡിയിലെ ഇലക്ട്രോണിന്റെ എണ്ണമെങ്കിൽ 10ൽ നിന്ന് ആ നമ്പറെ സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ n എത്ര കിട്ടി? 3 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് mu is equal to √n into n+2 which is equal to √3 into 3+2 that is equal to √15. അല്ലെങ്കിൽ പറയാം √15 ഏകദേശം 4നോട് അടുത്ത വാല്യൂ ആണ്. നമുക്ക് ആൻസർ എത്ര വരും? 3.87 ബോർ മാഗ്നറ്റോൺ. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് സാധാരണയായിട്ട് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ചോദ്യം സാധാരണ ചോദിക്കുന്നതാണ്. പ്രത്യേകം
ശ്രദ്ധിച്ചോണം. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ 2 പ്രോപ്പർട്ടീസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടിയാണ് കളർ. അതായത് മിക്ക ട്രാൻസിഷൻ എലമെന്റ്സിന്റെയും പ്രത്യേകത മോസ്റ്റ് ഓഫ് ദ ട്രാൻസിഷൻ എലമെന്റ്സ് കളേർഡ് ഫോം ചെയ്യിക്കും, കളേർഡ് കോമ്പൗണ്ട് ഫോം ചെയ്യിക്കും. ഈ കളറിന്റെ റീസൺ പഠിച്ചോണം. കണ്ടോ, റീസൺ എന്താണ്? ഡ്യൂ ടു DD ട്രാൻസിഷൻ ആൻഡ് പ്രസൻസ് ഓഫ് അൺപെയർഡ് ഡി ഇലക്ട്രോൺ. അപ്പൊ എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ് കളർ കാണിക്കാൻ എന്ന് റീസൺ നിങ്ങൾക്ക് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും എഴുതിക്കോണം. കളറിന് കാരണം എന്താണ്? ഇത് റീസൺ ആയിട്ട് ചോദിക്കുന്നതാണ്. അൺപെയർഡ് ഡി ഇലക്ട്രോണും ഈ 2 പോയിന്റ് വന്നാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അൺപെയർഡ് ഡി ഇലക്ട്രോൺ ആൻഡ് DD ട്രാൻസിഷൻ. ഓക്കെ, എന്താണ് DD ട്രാൻസിഷൻ? ലോവർ ലെവൽ ഡി ഓർബിറ്റലിൽ നിന്ന് ഹയർ ലെവൽ ഡി ഓർബിറ്റലിലായിട്ടുള്ള ഇലക്ട്രോൺസിന്റെ എക്സൈറ്റേഷനെ നമുക്ക് എന്ത് വിളിക്കാം? DD ട്രാൻസിഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ കണ്ടോ, ട്രാൻസിഷൻ മെറ്റൽസ് അയോൺസ് എന്ത് ചെയ്യും? കണ്ടോ, ദേ ഹാവ് എ പ്രോപ്പർട്ടി ടു അബ്സോർബ് certain radiation from visible region and exhibit their complementary color. Okay, വിസിബിൾ റീജിയനിൽ നിന്ന് ഒരു സർട്ടൈൻ റേഡിയേഷനെ അബ്സ്ട്രാക്ട് ചെയ്യും, അതിൻ്റെ കോംപ്ലിമെൻ്ററി കളർ ആയിരിക്കും അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് പറയാം, കണ്ടോ, ട്രാൻസിഷൻ എലമെന്റ്സിൽ തന്നെ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എംറ്റി ഡി ഓർബിറ്റൽ, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ D10 കോൺഫിഗറേഷനും D0 കോൺഫിഗറേഷനും വരുന്നവരെല്ലാവരും എന്തായിരിക്കും? കളർലെസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ ഡയാമാഗ്നറ്റിക് ആയിട്ടുള്ള Zn2+ഉം അതുപോലെ തന്നെ Ti4+ഉം അങ്ങനെയുള്ള Sc3+ഉം ഇവരെല്ലാവരും എന്തായിരിക്കും? കളർലെസ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി മറ്റൊരു പ്രോപ്പർട്ടിയാണ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി. പ്രധാനപ്പെട്ട 4ാമത്തെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കുന്നതാണ്. ഓക്കെ, എങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കാറ്റലിറ്റിക് പ്രോപ്പർട്ടിയുടെ റീസൺ, അതായത് നമ്മുടെ മിക്ക ട്രാൻസിഷൻ എലമെന്റ്സും കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മുടെ ഓർഗാനിക് റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഇവരുടെ കാറ്റലിറ്റിക് പ്രോപ്പർട്ടിക്ക് കാരണം നമ്മൾ പഠിച്ചോണം. എന്തുകൊണ്ടാണ് ഇവർ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ കാരണം? എന്തേ നോക്കിക്കേ, കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ഓഫ് ട്രാൻസിഷൻ മെറ്റൽ ഈസ് ഡ്യൂ ടു ദെയർ എബിലിറ്റി ടു അഡോപ്റ്റ് മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവരുടെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഇവരുടെ എന്തിന് കാരണം? കാറ്റലിറ്റിക് പ്രോപ്പർട്ടിക്ക് കാരണം. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, കണ്ടോ, ഓസ്റ്റ്വാൾ പ്രോസസ് നമുക്ക് പ്ലാറ്റിനം കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അമോണിയയുടെ മാനുഫാക്ചറായ ഹേബർ പ്രോസസ്സിൽ ആരാണ് കാറ്റലിസ്റ്റ്? അയൺ. ഹൈഡ്രജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ എന്ന് പറയുന്ന അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണ്, അവിടെ നമുക്ക് നിക്കൽ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചർ അഥവാ കോണ്ടാക്ട് പ്രോസസ്സിൽ വനേഡിയം പെന്റോക്സൈഡ് ആണ് നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്താണ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, എങ്കിൽ ഈ കളറ് കാറ്റലിറ്റിക് ആക്ടിവിറ്റി എന്ന് ചോദിച്ച ഒരു ചോദ്യം നമുക്ക് നോക്കാം. പ്രീവിയസ് ഇയർ ആയി നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗീവ് റീസൺ ഫോർ ദ ഫോളോയിങ് ട്രാൻസിഷൻ മെറ്റൽ ആൻഡ് മെനി ഓഫ് ദെയർ കോമ്പൗണ്ട്സ് ആക്ട് ആസ് കാറ്റലിസ്റ്റ്. നമ്മളിപ്പോൾ പറഞ്ഞു അവർക്ക് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നതാണ് ഇവരുടെ എന്തിന് കാരണം? കാറ്റലിറ്റിക് ആക്ടിവിറ്റിക്ക് കാരണം. ഓക്കെ, അങ്ങനെയെങ്കിൽ 2ാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് Cu2+ ഈസ് കളേർഡ് വൈൽ Cu+ ഈസ് കളർലെസ്. നമ്മൾ പറഞ്ഞു കളറിന് കാരണം അൺപെയർഡ് ഡി ഇലക്ട്രോൺ അഥവാ DD ട്രാൻസിഷൻ ആണ്. Cu2+ എന്തുകൊണ്ടാണ് കളർ എന്ന് നോക്കാം. കോപ്പർ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, കോപ്പർ അറ്റോമിക് നമ്പർ 29, 3D10 ആർഗൺ കഴിഞ്ഞ് 3D10 4s1. Cu2+ നോക്കിയാൽ 2 ഇലക്ട്രോൺ പോകും, ആർഗൺ കഴിഞ്ഞ് കോൺഫിഗറേഷൻ എന്ത് വരും? 3D9. ഓക്കെ, ഇപ്പൊ 3D9 വന്നാൽ N അൺപെയർഡ് ഇലക്ട്രോണിന്റെ എണ്ണം 1 ആണ്. നമ്മൾ പറഞ്ഞു 9 വന്നാൽ 10ൽ നിന്ന് 9 കുറച്ചാൽ മതി. ഓക്കെ, ഇനി Cu+ ഒന്ന് എഴുതി നോക്കാം. Cu+ എന്ന് പറയുമ്പോൾ 1 ഇലക്ട്രോണാണ് പോകുന്നത്. 4sലെ 1 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ആർഗൺ കഴിഞ്ഞ് 3D10. ഇവിടെ നമ്മൾ പ്രത്യേകം പറഞ്ഞു D10 വന്നാൽ അൺപെയർഡ് ഇലക്ട്രോൺ Nന്റെ വാല്യൂ 0 ആണ്. അൺപെയർഡ് ഇലക്ട്രോൺ 0 ആണെങ്കിൽ നമുക്ക് പറയാം, കണ്ടോ, N0 അല്ലേ വന്ന്, അൺപെയർഡ് ഇലക്ട്രോൺ ആബ്സെന്റ് ആണ്. അൺപെയർഡ് ഇലക്ട്രോൺ ആബ്സെന്റ് ആണെങ്കിൽ അവരെന്തായിരിക്കും? കളർലെസ് ആയിരിക്കും. ഇവിടെ Cu2+ നോക്കിക്കേ, 3D9 കോൺഫിഗറേഷൻ ആണ്. ഇറ്റ് ഹാസ് 1 അൺപെയർഡ് ഇലക്ട്രോൺ. അതുകൊണ്ട് Cu2+ ഈസ് കളർലെസ്, Cu+ ഈസ് കളർലെസ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന് റീസൺ നമ്മൾ അൺപെയർഡ് ഇലക്ട്രോണിന്റെ എണ്ണം വെച്ച് Cu2+ നമുക്ക് പറയാം അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, അതുകൊണ്ട് അവിടെ DD ട്രാൻസിഷൻ പോസിബിൾ ആണ്, കളർ കാണിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ 2 ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് ആയ പൊട്ടാസ്യം ഡൈക്രോമേറ്റും പൊട്ടാസ്യം പെർമാംഗനേറ്റും ഈ ഒരു പാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് 3 മുതൽ 4 മാർക്കിന്റെ വരെ ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഡീറ്റെയിൽഡ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഇവിടെ നിന്നാണ്.
ആദ്യം തന്നെ നമുക്ക് പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ പറ്റി നോക്കാം. നോക്കിക്കേ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് ഓഫ് ക്രോമിയം. ക്രോമിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ട് ആണ്. ഇത് ഏതിൽ നിന്നാണ് മാനുഫാക്ചർ ചെയ്യുന്നത്? ക്രോമൈറ്റോറിൽ നിന്നാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ആരിൽ നിന്നാണ്? ക്രോമൈറ്റോർ. ക്രോമൈറ്റോറിന്റെ ഫോർമുല എല്ലാവരും പഠിച്ചോണം. എന്താണ് ക്രോമൈറ്റോർ? FeCr2O4. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഈ ക്രോമൈറ്റോറിനെ സോഡിയം കാർബണേറ്റ് എയർ അഥവാ ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ക്രോമൈറ്റോർ സോഡിയം കാർബണേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് സോഡിയം ക്രോമേറ്റ് ഫോം ചെയ്യും. കണ്ടോ, ഇത് ക്രോമൈറ്റ് ആണ്. ഇവിടെ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ പേര് പഠിച്ചോണം, സോഡിയം ക്രോമേറ്റ്. കണ്ടോ, സോഡിയം ക്രോമേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ബൈ പ്രോഡക്റ്റ് Fe2O3 കാർബൺ ഡൈ ഓക്സൈഡും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ക്രോമൈറ്റോറിനെ സോഡിയം ക്രോമേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഈ സോഡിയം ക്രോമേറ്റിന്റെ കളർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അഥവാ ക്രോമേറ്റ്. CrO4 2- ആണ് ക്രോമേറ്റ്. ക്രോമേറ്റിന്റെ കളർ പഠിച്ചോണം, യെല്ലോ സൊല്യൂഷൻ. ഈ യെല്ലോ കളേർഡ് ക്രോമേറ്റിനെ നമ്മൾ ഫിൽറ്റർ ചെയ്യും. അതിനുശേഷം സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് അസിഡിഫിക്കേഷൻ നടത്തും. അന്നേരം അസിഡിഫിക്കേഷൻ നടത്തുമ്പോൾ ക്രോമേറ്റ് അസിഡിഫിക്കേഷൻ നടത്തിയാൽ ഡൈക്രോമേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഉണ്ടോ, Na2CrO4 സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ അസിഡിഫിക്കേഷൻ നടന്ന് Na2Cr2O7 അഥവാ ഡൈക്രോമേറ്റ് അയോൺ അല്ലെങ്കിൽ Cr2O7 2- ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇതിന്റെ കളറും പഠിച്ചോണം, ഓറഞ്ച് കളറാണ് കേട്ടോ. ഡൈക്രോമേറ്റിന് ഏത് കളറാണ്? ഓറഞ്ച് കളറ്. ക്രോമേറ്റിന് ഏത് കളറാണ്? യെല്ലോ കളറ്. കളർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോൾ സോഡിയം ഡൈക്രോമേറ്റ് കിട്ടിയ, നമുക്ക് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കിട്ടണമെങ്കിൽ ഈ സോഡിയം ഡൈക്രോമേറ്റിനെ പൊട്ടാസ്യത്തിന്റെ ഏതെങ്കിലും സാൾട്ട് ആയിട്ട് റിയാക്ട് ചെയ്യണം. ദേ നോക്കിക്കേ, KCl ആയിട്ട് റിയാക്ട് ചെയ്ത് നമ്മൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആക്കി. അപ്പോൾ പ്രിപ്പറേഷൻ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റിലെ ഇതിലെ ഏതെങ്കിലും ഒരാളുടെ പ്രിപ്പറേഷൻ 100% ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പറേഷൻ ഇക്വേഷൻ സഹിതം എഴുതി പഠിച്ചോണം. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഇതിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ചിലപ്പോൾ നിങ്ങൾ ഇതിന്റെ ഡീകമ്പോസിഷൻ ആക്ഷൻ ഒക്കെ ചോദിക്കാറുള്ളതാണ് ഒരു മാർക്കിനൊക്കെ. ഇറ്റ് ഈസ് എ ഓറഞ്ച് റെഡ് ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട് ആണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കണ്ടോ, ഡീകമ്പോസ് ചെയ്താൽ നമുക്ക് പ്രോഡക്റ്റ് പൊട്ടാസ്യം ക്രോമേറ്റും Cr2O3 ഓക്സിജൻ ആയിട്ട് മാറും. ഓക്കെ, ഇനി ഇവരുടെ ഓക്സിഡൈസിങ് ആക്ഷനും ശ്രദ്ധിച്ചോണം. പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രത്യേകത, ഇതിന് ഓക്സിഡൈസിങ് ആക്ഷൻ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട. അസിഡിക് മീഡിയത്തിൽ മാത്രമേ ഇതൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. എങ്കിൽ അസിഡിക് മീഡിയത്തിൽ ആരെയൊക്കെ ഓക്സിഡേഷൻ നടത്തും? അയഡൈഡ് അയോണിനെ അയഡിനാക്കും. I- ആരായിട്ട് കൺവേർട്ട് ചെയ്യും? കണ്ട, അയഡിൻ I2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. H2S ഓക്സിഡേഷൻ നടത്തി നമുക്ക് പറയാൻ കണ്ടോ, സൾഫർ ആയിട്ട് മാറ്റും. അതുപോലെ തന്നെ Fe2+ ഫെറസ് സാൾട്ടിനെ ഓക്സിഡേഷൻ നടത്തി ആരാക്കി മാറ്റി? ഫെറിക് സാൾട്ട് അഥവാ Fe3+ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ ഓക്സിഡൈസിങ് ആക്ഷൻ. ഓക്കെ അല്ലേ? എങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും സ്ട്രക്ചർ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു. CrO4 2- നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോമേറ്റ് അയോൺ. കളർ കണ്ടോ, യെല്ലോ കളർ. ഇതിന്റെ സ്ട്രക്ചർ കണ്ടോ, ഒരു ടെട്രാഹിഡ്രൽ സ്ട്രക്ചർ ആണ്. പ്രത്യേകം സ്ട്രക്ചറും വരച്ച് പഠിച്ചോണം, സ്ട്രക്ചർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഡൈക്രോമേറ്റ് അയോൺ Cr2O7 2-. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഡൈക്രോമേറ്റിൽ ഒരു ക്രോമിയത്തിന് ചുറ്റും ദേ നോക്കിക്കേ 3 ഓക്സിജൻ ഉണ്ട്. അടുത്ത ക്രോമിയത്തിന് ചുറ്റും റൈറ്റ് സൈഡിലും 3 ഓക്സിജൻ ഉണ്ട്. ഇവരെ ഈ രണ്ട് ക്രോമിയത്തിനെയും തമ്മിൽ ഒരു ബ്രിഡ്ജ് പോലെ ഒരു ഓക്സിജൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ആംഗിൾ സഹിതം പഠിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. CR ആംഗിൾ 126ഉം ആ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 179 പൈക്കോമീറ്ററും ആണ് കേട്ടോ. അപ്പോൾ സ്ട്രക്ചർ എല്ലാവരും വരച്ച് പഠിച്ചോണം. സ്ട്രക്ചർ മേ ബി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഇനി ഇവരുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന പാർട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. കണ്ടോ, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഈസ് എ വെരി യൂസ്ഫുൾ ഓക്സിഡൈസിങ് ഏജന്റ്. നെയിം ദ ഓർ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞു പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ ഓർ ആരാണ്? ക്രോമൈറ്റോർ. ഇപ്പൊ ഓറിന്റെ പേര് തെറ്റിപ്പോകരുത്, ക്രോമൈറ്റോർ അല്ലെങ്കിൽ പറയാം FeCr2O4. ഉണ്ടോ, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ക്രോമൈറ്റോർ അഥവാ ആരാണ്? FeCr2O4. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദ പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഫ്രം സോഡിയം ക്രോമേറ്റ് എന്നുള്ള കണ്ടോ, അതിന്റെ പ്രിപ്പറേഷൻ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിപ്പറേഷൻ നമ്മളിപ്പോൾ പഠിച്ച കൺസെപ്റ്റ് തന്നെ എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എങ്കിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്.
പൊട്ടാസ്യം പെർമാംഗനേറ്റ് അഥവാ KMnO4. ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നിർമ്മിക്കുന്ന ഓറിന്റെ പേര് പഠിച്ചോണം, MnO2. ഇതിന്റെ പേര് എല്ലാവരും ഓർത്തോണം, പൈറോലുസിറ്റോർ. ചിലപ്പോൾ ഒരു മാർക്കിന് MCQ ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ഓറിന്റെ പേരായിരിക്കും ചോദിക്കണം. അപ്പൊ KMnO4 മറ്റൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. നമ്മൾ ഓർഗാനിക് റിയാക്ഷനിലൊക്കെ യൂസ് ചെയ്യണ, നിങ്ങളുടെ ലബോറട്ടറി റിയേജന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന, നിങ്ങൾ വോളിയോമെട്രിക് അനാലിസിസിൽ യൂസ് ചെയ്യണോണ്ട് നമുക്ക് ടൈട്രേഷൻ ചെയ്യാനുള്ളതാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ നിർമ്മിക്കുന്നത് ഏത് കോമ്പൗണ്ടിൽ നിന്നാണ് അഥവാ ഏത് ഓറിൽ നിന്നാണ്? പ്രത്യേകം നോട്ട് ചെയ്തോണം, പൈറോലിസിറ്റോർ അഥവാ MnO2. ഈ പൈറോലിസിറ്റോറിനെ കണ്ടോ നമ്മുടെ ആൽക്കലി മെറ്റൽ ഹൈഡ്രോക്സൈഡ് അഥവാ KOH ഒക്കെ ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്കൊരു ഡാർക്ക് ഗ്രീൻ പൊട്ടാസ്യം മാംഗനേറ്റ് ഫോം ചെയ്യും. അപ്പൊ കണ്ടോ നമ്മുടെ പൈറോലിസിറ്റോർ അഥവാ MnO2നെ KOHും എയർ അഥവാ ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്ത് K2MnO4 അഥവാ പൊട്ടാസ്യം മാംഗനേറ്റ്. ഇതിന്റെ പേര് പഠിച്ചോണം, പൊട്ടാസ്യം മാംഗനേറ്റ്. ആദ്യം നമ്മൾ പൊട്ടാസ്യം മാംഗനേറ്റ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യണം. ഈ പൊട്ടാസ്യം മാംഗനേറ്റിൽ നിന്നാണ് നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നിർമ്മിക്കുന്നത്. ഈ പൊട്ടാസ്യം മാംഗനേറ്റിനെ ഒന്നേ ക്ലോറിൻ ഗ്യാസ് കടത്തിവിടും, അല്ലെങ്കിൽ ഓസോൺ ആയിട്ട് റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇലക്ട്രോലിറ്റിക് ഓക്സിഡേഷൻ. അപ്പം നമുക്ക് സെക്കൻഡ് മെത്തേഡ് 3 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ക്ലോറിൻ ഗ്യാസ് കടത്തിവിടാം, അല്ലെങ്കിൽ ഓസോൺ അഥവാ O3 ആയിട്ട് റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ K2MnO4 അഥവാ നമ്മുടെ പൊട്ടാസ്യം മാംഗനേറ്റിനെ എന്തായിട്ട് റിയാക്ട് ചെയ്യണം? ഇലക്ട്രോലിറ്റിക് ഓക്സിഡേഷൻ നടത്തി നമുക്ക് ആര് നിർമ്മിക്കാൻ സാധിക്കും? നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നിർമ്മിക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? എങ്കിൽ നമുക്ക് അതിലെ ഇക്വേഷൻസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പൈറോലിസിറ്റോർ അഥവാ MnO2നെ KOHും ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു ആരായിട്ട് മാറ്റി? K2MnO4 അഥവാ പൊട്ടാസ്യം മാംഗനേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഈ കിട്ടിയ പൊട്ടാസ്യം മാംഗനേറ്റിലോട്ട് നമ്മൾ ഇതേ ക്ലോറിൻ ഗ്യാസ് കടത്തിവിട്ടപ്പോൾ പൊട്ടാസ്യം മാംഗനേറ്റിലെ നോക്കിക്കേ 2 പൊട്ടാസ്യം 2 ക്ലോറിനും തമ്മിൽ KCl എലിമിനേറ്റ് ചെയ്തു. നമുക്ക് കണ്ടോ പർപ്പിൾ കളേർഡ് കോമ്പൗണ്ട് ആയ ആര് ഫോം ചെയ്തു? KMnO4 ഫോം ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു മെത്തേഡാണ്, ഈ കിട്ടിയ പൊട്ടാസ്യം മാംഗനേറ്റിന് ഓസോൺ ആയിട്ട് റിയാക്ട് ചെയ്താലും ആര് ഫോം ചെയ്യും? KMnO4. അല്ലെങ്കിൽ ഇലക്ട്രോലിറ്റിക് ഓക്സിഡേഷൻ, ആ മെത്തേഡ് നിങ്ങൾ എഴുതിയാലും ശരിയാണ് കേട്ടോ. ഇലക്ട്രോലിറ്റിക് ഓക്സിഡേഷൻ ചെയ്താലും നമുക്ക് പൊട്ടാസ്യം മാംഗനേറ്റിൽ നിന്ന് ആര് നിർമ്മിക്കാം? പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ നിർമ്മിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ പ്രോപ്പർട്ടി കളർ പഠിച്ചോണം. ഇറ്റ് ഈസ് എ പർപ്പിൾ കളേർഡ് കോമ്പൗണ്ട് ആണ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അസിഡിക് മീഡിയത്തിൽ മാത്രമേ ഓക്സിഡൈസിങ് ആക്ഷൻ ഉള്ളൂ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് അസിഡിക്, ന്യൂട്രൽ ആൻഡ് ആൽക്കലൈൻ മീഡിയം 3 മീഡിയത്തിലും ഓക്സിഡൈസിങ് ആക്ഷൻ ഉണ്ട്. ഇനി ഇതിന്റെ ഡീകമ്പോസിഷനും നമുക്ക് ചോദിക്കാം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസ് ചെയ്താൽ ഒരു പ്രോഡക്റ്റ് പൊട്ടാസ്യം മാംഗനേറ്റ്, രണ്ടാമത്തെ പ്രോഡക്റ്റ് നമ്മുടെ MnO2ഉം, മൂന്നാമത്തത് ആരായിരിക്കും? ഓക്സിജനും ആയിരിക്കും നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യണം. നിങ്ങൾക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഇതൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ, ഡീകമ്പോസിഷൻ ആക്ഷൻ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതേ നോക്കിക്കേ, നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റിലെ നമുക്ക് കുറച്ചു മുമ്പ് പറഞ്ഞു, പൊട്ടാസ്യം മാംഗനേറ്റിലെ MnO4 2- നമുക്ക് മാംഗനേറ്റ് അയണെന്നും വിളിക്കാം. KMnO4-ലുള്ളതാണ് MnO4- പെർമാംഗനേറ്റ് എന്ന് വിളിക്കാം. 2 പേരുടെയും കളറും സ്ട്രക്ചറും ഓർത്തണം കേട്ടോ. 2 പേർക്കും ഏത് സ്ട്രക്ചർ ആണുള്ളത്? ടെട്രാഹിഡ്രൽ സ്ട്രക്ചർ ആണുള്ളത്. കണ്ടോ MnO4 2- കളർ പഠിച്ചോണം, ഗ്രീൻ കളറാണ്. മാംഗനേറ്റ് അയോൺ ആകുമ്പോഴാണ് ഏത് കളർ വരുന്നത്? പർപ്പിൾ കളർ. അതുകൊണ്ടാണ് നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റിന് പർപ്പിൾ കളർ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവരുടെ ഓക്സിഡൈസിങ് ആക്ഷനിലായിട്ട് നോക്കിയാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അസിഡിക് മീഡിയത്തിൽ നമ്മുടെ ഫെറസ് സാൾട്ട് കണ്ടോ Fe2+നെ ആരാക്കി മാറ്റും? Fe3+ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, MnO4- ഈസ് കൺവേർട്ടഡ് ടു Mn2+. അതാണ് ശ്രദ്ധിക്കേണ്ടത്. കണ്ടോ +7ൽ നിന്ന് ഓക്സിഡേഷൻ നമ്പർ +2 ആയിട്ട് കൺവേർട്ട് ചെയ്യും കേട്ടോ. ആ ഒരു കേസും കൂടെ പ്രത്യേകം ഓർത്തണം. ഓക്സിഡൈസിങ് ആക്ഷനും ചിലപ്പോൾ എക്സാമ്പിൾ എഴുതാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ അസിഡിക് മീഡിയത്തിൽ നമ്മുടെ ഡൈക്രോമേറ്റിനെ പോലെ തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റും ഫെറസ് സാൾട്ടിനെ ആരായിട്ട് കൺവേർട്ട് ചെയ്യും? ഫെറിക് സാൾട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനി മറ്റൊരു രണ്ടാമത്തെ എക്സാമ്പിൾ പറയാം. അസിഡിക് മീഡിയത്തിൽ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും അയഡൈഡിനെ അയഡിനായിട്ട് കൺവേർട്ട് ചെയ്യും കേട്ടോ. I- ആണ് നമ്മുടെ അയഡൈഡ് അയോൺ കേട്ടോ. കണ്ടോ MnO4- അയഡൈഡ്, I- ആരായിട്ട് കൺവേർട്ട് ചെയ്ത്? കണ്ടോ അയഡൈഡ് അയോൺ ഈസ് കൺവേർട്ടഡ് ടു I2. ഇവിടെയും പെർമാംഗനേറ്റ് അയൺ.
ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അസിഡിക് മീഡിയത്തിൽ പെർമാംഗനേറ്റ് അയോൺ ഈസ് കൺവേർട്ടഡ് ടു Mn2+ അയോൺ. നമ്മുടെ പെർമാംഗനേറ്റ് അയോൺ ആരായിട്ടേ കൺവേർട്ട് ചെയ്യുള്ളൂ? Mn2+ അയോൺ ആയിട്ടാണ് നമുക്ക് അസിഡിക് മീഡിയത്തിൽ കൺവേർട്ട് ചെയ്യണം. അയഡൈഡിനെ അയഡിനുമായിട്ടും മാറ്റും. ഓക്കെ അല്ലേ? ഇനി ന്യൂട്രൽ അഥവാ നമ്മുടെ ഫെയിൻലി ആൽക്കലൈൻ സൊല്യൂഷനിലും ഇത് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, അസിഡിക് മീഡിയത്തിൽ അയഡൈഡിനെ അയഡിനും, ന്യൂട്രൽ അഥവാ ആൽക്കലൈൻ മീഡിയത്തിൽ അയഡൈഡിനെ അയഡേറ്റ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, തെറ്റിപ്പോകരുത്. രണ്ട് കൺസെപ്റ്റും പഠിച്ചോണം. കണ്ടോ, I- പെർമാംഗനേറ്റ് അയോൺ, കണ്ടോ ആൽക്കലൈൻ മീഡിയത്തിൽ I- അയഡൈഡിനെ അയഡേറ്റ് അഥവാ IO3- ആയിട്ടാണ് കൺവേർട്ട് ചെയ്യണത്. ഇവിടെയും ശ്രദ്ധിച്ചോണം, അസിഡിക് മീഡിയത്തിൽ പെർമാംഗനേറ്റ് അയോൺ Mn2+ഉം ആൽക്കലൈൻ മീഡിയത്തിൽ കണ്ടോ MnO4- ആരായിട്ട് കൺവേർട്ട് ചെയ്തു? MnO2 ആയിട്ടാണ് ഇവിടെ കൺവേർട്ട് ചെയ്യുന്നത്. ആ ഒരു കൺസെപ്റ്റ് പ്രത്യേകം ഇക്വേഷൻസ് എഴുതി പഠിച്ചോണം എല്ലാവരും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന പാട്ടിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യം നമുക്ക് നോക്കാം. KMnO4 is a purple colored crystal. It acts as a oxidant. Okay, oxidant അഥവാ oxidizing agent. How will you prepare KMnO4 from MnO2? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തില്ലേ, നമ്മുടെ MnO2 അഥവാ പൈറോലിസിസ് ഓറിൽ നിന്നുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ പ്രിപ്പറേഷനാണ് ചോദിച്ചത്. പ്രിപ്പറേഷൻ മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ ഓക്സിഡൈസിങ് ആക്ഷനും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡൈക്രോമേറ്റ് എന്ന കൺസെപ്റ്റ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് 3 മുതൽ 4 മാർക്ക് വരെയുള്ള ഒരു ചോദ്യം ഡീറ്റെയിൽഡ് മാർക്കിന്റെ സെക്ഷനിൽ ഈ ഒരു പാർട്ടിൽ നിന്ന് വരുന്നതാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എങ്കിൽ ലാസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന കൺസെപ്റ്റ് ആണ്. അറിയാലോ, ലന്താനത്തിന് ശേഷം വരുന്ന 14 എലമെന്റ്സിനെ നമ്മൾ ലാന്തനൈഡ് എന്നും 89ാമത്തെ അറ്റോമിക് നമ്പർ 89ാമത്തെ എലമെന്റ് ആയ ആക്ടീനിയത്തിന് ശേഷം വരുന്ന 14 പേരെ എന്തെന്നും വിളിക്കും? ആക്ടിനൈഡ്സ് എന്നും വിളിക്കും. ഈ ലാന്തനൈഡും ആക്ടിനൈഡും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ആര് വരുന്നത്? എഫ് ബ്ലോക്ക് എലമെന്റ്സ് വരുന്നത്. ഓക്കെ, ഈ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന പാർട്ടിൽ നിന്ന് ഏറ്റവും കൂടുതലും വട്ടം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള നമ്മുടെ അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയെ എന്നൊരു കൺസെപ്റ്റ് ആണ്. ഇതിന്റെ റേഡിയസ് അഥവാ ലാന്തനൈഡ് എലമെന്റ്സിന്റെ റേഡിയസ് എന്ന പാർട്ടിൽ നിന്നാണ്. അപ്പൊ ദേ നോക്കാം, ലാന്തനൈഡ് സീരീസിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും അഥവാ ലന്താനത്തിൽ നിന്ന് ലുട്ടീഷ്യത്തിലോട്ട് പോകും തോറും എലമെന്റ്സിന്റെ സൈസ് കുറയും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ലാന്തനൈഡ് കൺട്രാക്ഷൻ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത ഒരു ചോദ്യമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്താണ് ഈ ലാന്തനൈഡ് കൺട്രാക്ഷന് കാരണം? പഠിച്ചോണം. റീസൺ എന്താണ്? പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് 4f ഇലക്ട്രോൺ. അതായത് ലാന്തനൈഡിൽ ഇലക്ട്രോൺ ഫീൽഡിംഗ് നടക്കുന്നത് 4f അല്ലേ. 4fന് അതിന്റെ ഇലക്ട്രോൺസിനെ കണ്ടോ ഷീൽഡ് ചെയ്യാൻ അഥവാ സ്ക്രീൻ ചെയ്യാൻ സാധിക്കുന്നില്ല, ഒട്ടും തന്നെ പറ്റുന്നില്ല. അഥവാ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് കേട്ടോ 4f ഇലക്ട്രോൺ. ഷീൽഡിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ് എന്നും നമുക്ക് പറയാം. ഓക്കെ, എങ്കിൽ ഇതിൽ നിന്ന് അപ്പം എന്താണ് ലാന്തനൈഡ് കൺട്രാക്ഷൻ എന്ന് പഠിച്ചു. അതിന്റെ റീസൺ ആണ് കേട്ടോ. റീസൺ ചോദിച്ചാൽ ഇതാണ് നിങ്ങൾ എഴുതി വെക്കേണ്ട, പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് 4f ഇലക്ട്രോൺ. ഓക്കെ, എങ്കിൽ ഈ ലാന്തനൈഡ് കൺട്രാക്ഷന്റെ പരിണിത ഫലങ്ങൾ അഥവാ കോൺസിക്വൻസസ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ചിലപ്പോൾ ഈ കോൺസിക്വൻസ് തന്നിട്ടായിരിക്കും ഇതിന് കാരണമായ പ്രോസസ്സ് ചോദിക്കുന്ന. ഒന്നാമത്തെ കോൺസിക്വൻസ് ആയിട്ട് പറയുന്നത്, ദ റേഡിയോ ഓഫ് മെമ്പേഴ്സ് ഓഫ് തേർഡ് ട്രാൻസിഷൻ സീരീസ് ഈസ് വെരി സിമിലർ ടു ദോസ് ഓഫ് സെക്കൻഡ് സീരീസ്. ഈ ലാന്തനൈഡ് കൺട്രാക്ഷൻ മൂലം നമ്മുടെ സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിന്റെയും തേർഡ് ട്രാൻസിഷൻ സീരീസിലെയും എലമെന്റ്സിന്റെ സൈസ് നമുക്ക് പറയാം കണ്ടോ സിമിലർ ആയിട്ട് മാറും. അതിന് കാരണം കണ്ടോ ആരാണ്? ലാന്തനൈഡ് കൺട്രാക്ഷൻ. എങ്കിൽ ഏതൊക്കെ എലമെന്റ്സ് ആണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. നോക്കിക്കേ, എലമെന്റ്സ് ആയ സിർക്കോണിയത്തിനും ഹാഫ്നിയത്തിനും കണ്ടോ സിമിലർ സൈസ് വരും. അതിന് കാരണം ലാന്തനൈഡ് കൺട്രാക്ഷൻ. നിയോബിയത്തിനും ടെൻറ്റാലത്തിനും സിമിലർ സൈസ് വരും. മോളിബ്ഡിനം, ടങ്സ്റ്റൺ ഈ എലമെന്റ്സിന് സിമിലർ സൈസ് വരും. അപ്പൊ ഈ എലമെന്റ്സിന്റെ എല്ലാം സിമിലർ സൈസിന് കാരണം ചോദിച്ചാൽ നിങ്ങൾ എഴുതിക്കോണം ഏത് പ്രോസസ്സാണ്? നമ്മുടെ ലാന്തനൈഡ് കൺട്രാക്ഷൻ ആണ്. ഓക്കെ, ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ലാന്തനൈഡ് കൺട്രാക്ഷൻ മൂലം ലാന്തനൈഡ്സിന്റെ ഓക്സൈഡ്സിന്റെയും ഹൈഡ്രോക്സൈഡ്സിന്റെയും ബേസിക് സ്ട്രെങ്ത് നമുക്ക് പറയാം ഡിക്രീസ് ചെയ്യും. അതായത് ലന്താനം ഹൈഡ്രോക്സൈഡ് മോർ ബേസിക്കോ ആകും. ഏറ്റവും ലാസ്റ്റ് ഉള്ള നമ്മുടെ ലുട്ടീഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ലുട്ടീഷ്യം ഓക്സൈഡ് ലീസ്റ്റ് ബേസിക് ആകും. അപ്പൊ നിങ്ങളോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേ, ലുട്ടീഷ്യം ഹൈഡ്രോക്സൈഡ് ഈസ് ലീസ്റ്റ് ബേസിക്, അതിന് കാരണമായ പ്രോസസ്സ് ചോദിച്ചാൽ എന്താണ്? ലാന്തനൈഡ് കൺട്രാക്ഷൻ. അപ്പൊ ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ലാന്തനൈഡ്സിലെ കൺസെപ്റ്റും ഓക്കെ. എങ്കിൽ ലാന്തനൈഡ് പാർട്ടിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാൻ ബോർഡിന് വന്നത്, radio of atoms of third transition series are very similar to those of corresponding atoms of second series.
കണ്ടോ, നെയിം ദ ഫിനോമിന. നമ്മളിപ്പോൾ പറഞ്ഞു ഏത് ഫിനോമിനാ? ലാന്തനൈഡ് കൺട്രാക്ഷൻ. കണ്ടോ, ആ ഫിനോമിനനെ എന്ത് വിളിക്കാം? ലാന്തനൈഡ് കൺട്രാക്ഷൻ. എക്സ്പ്ലെയിൻ ദ ഫിനോമിന. കണ്ടോ, എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. കണ്ടോ, പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് 4 ഇലക്ട്രോൺസിന്. കണ്ടോ, അതായത് ഇന്നർ ഷെല്ലിലുള്ള ഇലക്ട്രോൺ ആണ് 4 ഇലക്ട്രോൺ. ഇന്നർ ഷെല്ലിലുള്ള ഇലക്ട്രോണായ 4 ന്യൂക്ലിയസും ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷന്റെ ഇടയിൽ ഒരു സ്ക്രീൻ അഥവാ ഷീൽഡ് പോലെ ആക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനെ വിളിക്കുന്ന പേരാണ് പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് 4 ഇലക്ട്രോൺ അഥവാ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് അല്ലെങ്കിൽ പുവർ സ്ക്രീനിങ് എഫക്റ്റ് ഓഫ് 4 ഇലക്ട്രോൺ. ഇത് അഥവാ നമുക്ക് പറയാം 4 ഇലക്ട്രോണിന് ഒരു ഷീൽഡ് അഥവാ സ്ക്രീൻ പോലെ ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ന്യൂക്ലിയസും ഏറ്റവും ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ കൂടും. അട്രാക്ഷൻ കൂടിയാൽ സൈസ് ഡിക്രീസ് ചെയ്യും. ഇതാണ് എന്തിന് കാരണം? നമ്മുടെ ലാന്തനൈഡ് കൺട്രാക്ഷന്റെ റീസൺ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിലെ നിങ്ങളുടെ ബോർഡിന് ചോദിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത നമുക്ക് ചാപ്റ്ററായ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ്. നമുക്ക് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കണ്ടോ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നിന്ന് നമുക്ക് സാധാരണയായിട്ട് വരുന്നത്. ഓക്കെ, എങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ പ്രധാന കൺസെപ്റ്റുകൾ നമുക്ക് ഏറ്റവും പ്രധാന നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ട കൺസെപ്റ്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കൺസെപ്റ്റ് ലിഗാൻസ് എന്ന കൺസെപ്റ്റ് ആണ്. അതായത് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിലുള്ള ഒരു ടേമാണ് ലിഗാൻഡ്. എന്താണ് ലിഗാൻഡ് എന്ന് പറയണ? കണ്ടോ, നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റം ഡയറക്റ്റ് ലിങ്ക് ചെയ്തിട്ടുള്ള ആരാണോ ആ സ്പീഷീസിനെ വിളിക്കുന്ന പേരാണ് ലിഗാൻഡ്. ഇവരെല്ലാവരും ആരായിരിക്കും? ലൂയിസ് ബേസസ് ആയിരിക്കും. ആരായിരിക്കും? ലൂയിസ് ബേസസ്. എങ്കിൽ നിങ്ങൾക്ക് 1 മാർക്കിന് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒരു യൂണിഡെൻഡേറ്റ് അഥവാ അല്ലെങ്കിൽ ഒരു ബൈഡെൻഡേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ, ഒരു പോളിഡെൻഡേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നോക്കിക്കേ, ഒരു യൂണിഡെൻഡേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ ആണ് ഡെൻസിറ്റി 1 Cl-H2O NH3. എങ്കിൽ ഡൈഡെൻഡേറ്റ് ലിഗാൻഡിന് ഇത് പ്രത്യേകം പഠിച്ചോണം. എഥിലിൻ ഡയമീൻ അല്ലെങ്കിൽ നമ്മൾ EN എന്നാണ് അതിനെ എഴുതുന്നത്. അല്ലെങ്കിൽ ഓക്സലേറ്റോ C2O4 2- കേട്ടോ, C2O4 2- ഓക്സലേറ്റോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബൈഡെൻഡേറ്റ് പലവട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു ട്രൈഡെൻഡേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ അഥവാ ഡെൻസിറ്റി 3 വരുന്നതാണ് ഡൈഎഥിലിൻ ട്രൈ അമീൻ. ഓക്കെ, അങ്ങനെയെങ്കിൽ ടെട്രാഡെൻഡേറ്റ് അഥവാ ഡെൻസിറ്റി 4 വരുന്നത് ആരാണ്? ട്രൈഎഥിലിൻ ടെട്രാ അമീൻ. ഒരു പെൻറ്റാഡെൻഡേറ്റ് അഥവാ പെൻറ്റാഡെൻഡേറ്റ് ലിഗാൻഡിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം എഥിലിൻ ഡയമീൻ ട്രൈ അസറ്റേറ്റ് ആനയോൺ. കേട്ടോ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഒരു ഹെക്സാഡെൻഡേറ്റ് അല്ലെങ്കിൽ നിങ്ങളായിട്ട് പോളിഡെൻഡേറ്റിന് ഒരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ EDTA ഡെൻസിറ്റി എത്രയാണെന്ന് വരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? ഒരു 6 ആണ് കേട്ടോ ഡെൻസിറ്റി. ഒരു ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് ആണ് EDTA 4- എഥിലിൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ് അയോൺ. ഓക്കെ, എങ്കിൽ ഇതിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യമാണ് എ മൾട്ടി ഡെൻഡേറ്റ് ലിഗാൻഡ് ഇൻ ദ ഫോളോയിങ്. നമുക്ക് ഓപ്ഷൻ കാണുമ്പോഴേ മനസ്സിലാവും. മൾട്ടി ഡെൻഡേറ്റ് എന്ന് അഥവാ പോളിഡെൻഡേറ്റ്. ആര് വരും ആൻസർ? പോളിഡെൻഡേറ്റ്. പോളിഡെൻഡേറ്റ് ആരാണ് ആൻസർ? EDTA. കണ്ടോ, നമ്മുടെ പോളിഡെൻഡേറ്റ് ലിഗാൻഡ് ആരാണ്? EDTA. ഓക്കെ, അടുത്ത നമ്മുടെ IUPAC നോമൻക്ലേച്ചർ. നിങ്ങൾക്ക് ഈ പാർട്ടിൽ നിന്ന് സാധാരണ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നോമൻക്ലേച്ചർ ആയിട്ട് നമുക്ക് ചോദിക്കാറുള്ളതാണ്. എങ്കിൽ നോമൻക്ലേച്ചർ നമുക്ക് 2 എണ്ണം പരിചയപ്പെടാം. നമുക്ക് ഈ 2 എക്സാമ്പിൾ അല്ല, നിങ്ങൾക്ക് ഏത് വേണേലും നോമൻക്ലേച്ചർ ആയിട്ട് ചോദിക്കാം. ഷുവർ ചോദിക്കുന്ന 100% ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഏതെങ്കിലും 2 എണ്ണം നോമൻക്ലേച്ചർ ആയിട്ട് നിങ്ങൾക്ക് വരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നോമൻക്ലേച്ചർ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. നമുക്ക് ഇവിടെ IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് 2 കോമ്പൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ട്. ഇതവരുടെ IUPAC നെയിം നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ആദ്യത്തത് ഇവിടെ കോർഡിനേഷൻ സ്ഫിയറിൻ്റെ അകത്ത് കൊബാൾട്ട് ഉണ്ട്. ഇതാണ് സെൻട്രൽ മെറ്റൽ ആറ്റം. ആ കോർഡിനേഷൻ സ്ഫിയറിൻ്റെ അകത്ത് സെൻട്രൽ മെറ്റൽ ആറ്റത്തോട് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇവരെ 2 പേരെയും വിളിക്കുന്ന പേരാ ലിഗാൻഡ്. അപ്പോൾ NH3 അഥവാ വായിക്കുന്ന പേരാണ് അമിനോ. ഇതൊരു ലിഗാൻഡ് ആണ്. Br ബ്രോമിഡോ ഇതൊരു ലിഗാൻഡ് ആണ്. അപ്പോൾ നമ്മൾ പേര് പറയുന്നത് സ്ക്വയർ ബ്രാക്കറ്റിന് ലെഫ്റ്റിൽ ആരും തന്നെ ഇല്ല. അപ്പോൾ ഇവിടെ ലിഗാൻഡിന്റെ പേരാണ് ഫസ്റ്റ് പറയുന്നത്. ലിഗാൻഡിന്റെ പേര് അമിനോയും വന്നിട്ടുണ്ട്, ബ്രോമിഡോയും വന്നതുകൊണ്ട് ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം പേര് പറയാൻ. അമിനോ A അല്ലേ ബ്രോമിഡോയിനേക്കാളും ആൽഫബറ്റിക്കൽ ഓർഡർ ഫസ്റ്റ്. അപ്പോൾ നമുക്ക് പേര് പറയാം. അമിനോ ഗ്രൂപ്പ് 5 എണ്ണം വന്നതുകൊണ്ട് എന്ത് പറയാം? പെൻറ്റാ അമിനോ. ഒരു ബ്രോമിഡോയാണ് വന്നത്, അതുകൊണ്ട് പെൻറ്റാ അമിനോ ബ്രോമിഡോ. ഇനി കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അമിനോ ഗ്രൂപ്പ് ന്യൂട്രൽ ലിഗാൻഡ് ആണ്. ഇവിടെ ബ്രോമിൻ
ഔട്ട് സൈഡിലും 2 എണ്ണം ഉണ്ട്, ഇൻസൈഡിൽ കണ്ട കോർഡിനേഷൻ സ്ഫിയറിനുള്ളിൽ 1 എണ്ണം ഉണ്ട്, 2 1 3 ബ്രോമിൻ ഉണ്ട്. അപ്പം 3 ബ്രോമിന് മൈനസ്, ഒരു ബ്രോമിന് -1 ആണ്, 3 ബ്രോമിന് -3 വരും. അപ്പോൾ കൊബാൾട്ടിന് എത്ര വരും? ഓക്സിഡേഷൻ നമ്പർ അഥവാ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 വരും. അപ്പം ഇതിൻ്റെ പേര് നമുക്ക് എന്ത് പറയാം? കണ്ടോ, പെൻറ്റാ അമിനോ ബ്രോമിഡോ കൊബാൾട്ട് 3 ബ്രോമൈഡ് എന്ന് പറയാം. ഓക്കെ, സിമിലർലി അടുത്ത നോക്കിക്കേ, ഇവിടെ കണ്ടോ, നമുക്ക് പേര് കണ്ടോ, പെൻറ്റാ അമീൻ, കണ്ടോ, പെൻറ്റാ അമീൻ ബ്രോമിഡോ കൊബാൾട്ട് 3 ബ്രോമൈഡ്. അടുത്ത കേസ് നോക്കിക്കേ, അടുത്ത ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കണ കണ്ടോ, ഇവിടെ കോർഡിനേഷൻ സ്ഫിയറിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരാളുണ്ട്, പൊട്ടാസ്യാണ്. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ കോർഡിനേഷൻ സ്ഫിയറിന് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടെങ്കിൽ അതിന്റെ പേര് വേണം ആദ്യം പറയാൻ, അതിനുശേഷമേ ലിഗാൻഡ് പറയാവുള്ളൂ, ലാസ്റ്റ് സെൻട്രൽ മെറ്റൽ ആറ്റവും അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും. അപ്പൊ അതേ നോക്കിക്കേ, C2O4നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സലേറ്റോ. ഓക്കെ, അപ്പം ലിഗാൻഡിന് മുമ്പ് ഇവിടെ ഒറ്റ ടൈപ്പ് ലിഗാൻഡേ ഉള്ളു. ഇതിനു മുമ്പ് നമുക്ക് പൊട്ടാസ്യം വന്നതുകൊണ്ട് പേരെന്ത് പറയാം? ആദ്യം പൊട്ടാസ്യം. എത്ര ഓക്സലേറ്റോ ഉണ്ട്? 3 ഓക്സലേറ്റോ ഉണ്ട്, അതുകൊണ്ട് ട്രൈ ഓക്സലേറ്റോ. ഇവിടെ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം. 3 പൊട്ടാസ്യത്തിന്റെ കണ്ടോ, ഒരു പൊട്ടാസ്യത്തിന് +1 ആണ്, 3 പൊട്ടാസ്യത്തിന്റെ +3 പ്ലസ് ക്രോമിയത്തിന്റെ X പ്ലസ് ഒരു ഓക്സലേറ്റിന് -2 ആണ്, ബൈഡന്റേറ്റ് ലിഗാൻഡാണ്, പ്രത്യേകം ശ്രദ്ധിച്ചോണം. 3 എണ്ണത്തിന് -6 = 0. അപ്പൊ നമുക്ക് എത്ര കിട്ടും? X = കണ്ടോ, 3 - 6 -3 -3 പ്ലസ് X = 0. അപ്പൊ X = +3. കണ്ടോ, പേരെന്ത് പറയാം? പൊട്ടാസ്യം ട്രൈ ഓക്സലേറ്റോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടോ, ക്രോമേറ്റ് എന്നാണ് അവസാനിക്കേണ്ടത്. കണ്ടോ, പൊട്ടാസ്യം ട്രൈ ഓക്സലേറ്റോ ക്രോമേറ്റ് 3 എന്ന് നമുക്ക് ഇതിന്റെ നോമൻക്ലേച്ചർ പറയാം. അപ്പോൾ നോമൻക്ലേച്ചർ എല്ലാവരും നന്നായിട്ട് ചെയ്ത് പഠിച്ചോണം കേട്ടോ. ഓക്കെ, എങ്കിൽ ഇതിലെ മറ്റൊരു കൺസെപ്റ്റ് ആണ് ആംബിഡെന്റേറ്റ് ലിഗാൻഡ്. എന്താണ്? മോണോഡെന്റേറ്റ് ലിഗാൻഡ് വിച്ച് ക്യാൻ ലിഗേറ്റ് ത്രൂ ഡിഫറെന്റ് ആറ്റംസ്. അതായത് മോണോഡെന്റേറ്റ്, ആംബിഡെന്റേറ്റ് ലിഗാൻഡ് എല്ലാവരും മോണോഡെന്റേറ്റ് ലിഗാൻഡ് ആയിരിക്കും. കണ്ടോ, ഒന്നിലധികം ആറ്റം വഴി ലിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് ആംബിഡെന്റേറ്റ്. നിങ്ങൾക്ക് ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് ചോദിക്കുന്നതാ, പഠിച്ചോണം. NO2- കണ്ടോ, NO2- നൈട്രിറ്റോ N അല്ലെങ്കിൽ നൈട്രിറ്റോ O, അല്ലെങ്കിൽ SCN-, കണ്ടോ, നമുക്ക് തയോസൈനേറ്റോ അല്ലെങ്കിൽ NCS- ഐസോതയോസൈനേറ്റോ. ഇവിടെ നൈട്രജൻ വഴിയും ഓക്സിജൻ വഴിയും ലിഗേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെയും സൾഫർ വഴിയും നൈട്രജൻ വഴിയും ലിഗേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എല്ലാവരും നോക്കിക്കോണം. അടുത്ത ഒരു ടൈമാണ് കോർഡിനേഷൻ നമ്പർ. എന്താണ് കോർഡിനേഷൻ നമ്പർ? ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ലിഗാൻഡ്സ് ദാറ്റ് ആർ ഡയറക്ട്ലി ബോണ്ടഡ് ടു സെൻട്രൽ മെറ്റൽ. സെൻട്രൽ മെറ്റൽ ആയിട്ട് ഡയറക്റ്റ് ബോണ്ടഡ് ആയിട്ടുള്ള ലിഗാൻഡ്സിന്റെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ നമ്പർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇവിടെ അയണിന്റെ അകത്ത് കണ്ട ഒറ്റ ടൈപ്പ് ലിഗാൻഡ് ആണ് C2O4. എത്ര എണ്ണം ഉണ്ട്? ത്രൈസ്. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചോണം, C2O4 ബൈഡന്റേറ്റ് ലിഗാൻഡ് ആണ്. ഒരു C2O4നെ 2 ആയിട്ടേ കൺസിഡർ ചെയ്യാവുള്ളൂ. അങ്ങനത്തെ 3 എണ്ണം ഉണ്ട്, അതുകൊണ്ടാണ് കോർഡിനേഷൻ നമ്പർ എത്ര വന്ന് 6 വന്നത്. ഓക്കെ, തെറ്റിപ്പോകരുത്, ഇത് തെറ്റാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ 3 എഴുതി വെക്കരുത്, അതൊരു ബൈഡന്റേറ്റ് ആണ്. ഇനി NH3 എന്ന് പറയുന്നത് നമുക്കറിയാം മോണോഡെന്റേറ്റ് അഥവാ യൂണിഡെന്റേറ്റ് ലിഗാൻഡ് ആണ്. ഒരു NH3യുടെ 1 ആണ്. അങ്ങനത്തെ 4 NH3 വന്നു. അപ്പോൾ നിക്കലിൽ 4 എണ്ണം അല്ലേ വന്നിരിക്കുന്നത്, അതുകൊണ്ട് കോർഡിനേഷൻ നമ്പർ 4. ഓക്കെ അല്ലേ? ഇതാണ് കോർഡിനേഷൻ നമ്പർ. ഇനി അടുത്ത നിങ്ങൾക്ക് 2 മാർക്കിന് കമ്പാരിസൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ഹോമോലെപ്റ്റിക് കോംപ്ലക്സ്, എന്താണ് ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ്. അതായത് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ഒരു ടൈപ്പ് ലിഗാൻഡ് മാത്രമേ ഉള്ളെങ്കിൽ അവരെ നമുക്ക് ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് വിളിക്കാം. ഇവിടെ നോക്കിക്കേ, കൊബാൾട്ടിന് ചുറ്റും കണ്ട ഒറ്റ ടൈപ്പായ NH3 അഥവാ അമിനോ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൽ മോർ ദാൻ 1 ടൈപ്പ്, ഒന്നിലധികം ലിഗാൻഡ്സ് ഉണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ്. ഇതൊരു എക്സാമ്പിൾ സഹിതം നിങ്ങൾ പഠിച്ചോണം കേട്ടോ. 2 മാർക്കിന് കമ്പാരിസൺ ചോദിക്കും. CO NH3 4 Cl2+. ഓക്കെ, ഇവിടെ ദേ നോക്കിക്കേ, NH3 ഇവിടെ ബ്രാക്കറ്റ് ഇല്ല കേട്ടോ. ഓക്കെ, ഇവിടെ NH3 എന്ന് പറയുന്ന ലിഗാൻഡും 4 എണ്ണം ഉണ്ട്, Cl2 എന്ന് പറയുന്ന ലിഗാൻഡ് ഉണ്ടോ, ക്ലോറിഡോയും ഉണ്ട്, അമിനോയും ഉണ്ട്. അപ്പം കണ്ടോ, ഒന്നിലധികം ലിഗാൻഡ് വന്നതുകൊണ്ട് ഇവരെ നമുക്ക് എന്ത് വിളിക്കാം? ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ്. ഓക്കെ, ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് വെർണേസ് തിയറി. നിങ്ങൾക്ക് 2 മാർക്കിന് വെർണേസ് തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് ഒക്കെ എഴുതാനായിട്ട് സാധാരണ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. നോക്കാം നമുക്ക് വെർണേസ് തിയറി എന്താണെന്ന്. അതായത് വെർണേസ് തിയറി ഡിസ്കസ് ചെയ്യുന്നത് ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് മെറ്റൽസിന് 2 ടൈപ്പ് വാലൻസി ഉണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് പ്രൈമറി വാലൻസി ആൻഡ് സെക്കൻഡറി വാലൻസി. ഓക്കെ,
എങ്കിൽ എന്താണ് പ്രൈമറി വാലൻസി? പ്രൈമറി വാലൻസിയുടെ പ്രത്യേകത അയണൈസബിൾ ആണ്, അതുപോലെ തന്നെ ഡയറക്ഷണൽ അല്ല, നോൺ ഡയറക്ഷണൽ, ആൻഡ് ആർ സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആരായിരിക്കും? നെഗറ്റീവ് ചാർജ് ഉള്ള അയോൺസ് ആയിരിക്കും, പ്രത്യേകം പഠിച്ചോണം. എങ്കിൽ സെക്കൻഡറി വാലൻസി, പ്രൈമറി വാലൻസി അയണൈസബിളും നോൺ ഡയറക്ഷനും ആണെങ്കിൽ സെക്കൻഡറി വാലൻസി നമുക്ക് പറയാം നോൺ അയണൈസബിളും ആണ്, ഡയറക്ഷണലുമാണ്. ദേ ആർ സാറ്റിസ്ഫൈഡ് ബൈ ന്യൂട്രൽ മോളിക്യൂൾ ഓർ നെഗറ്റീവ് അയോൺസ്. കണ്ടോ, സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്മുടെ ന്യൂട്രൽ മോളിക്യൂൾ അല്ലെങ്കിൽ ആരായിരിക്കും? പ്രൈമറി വാലൻസി നെഗറ്റീവ് അയോൺസ് മാത്രമായിരിക്കും. സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യണ ന്യൂട്രൽ മോളിക്യൂൾ അല്ലെങ്കിൽ നെഗറ്റീവ് അയോൺസ് ആയിട്ടുള്ള നമ്മുടെ ലിഗാൻസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ പോസ്റ്റിലേറ്റ് 2 മാർക്കിന് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ദേ ഈ പാർട്ടിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കേ, നിങ്ങളുടെ ബോർഡിന് വന്ന ഒരു ചോദ്യമാണ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺസ് ആൻഡ് ലിഗാൻസ്. ഓക്കെ, പ്രൈമറി വാലൻസി ഓഫ് എ മെറ്റൽ ആറ്റം ഇൻ CONH36Cl3. നമ്മൾ പറഞ്ഞു പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺസ് ആണ്. ഇവിടെ ഈ കോമ്പൗണ്ടിൽ NH3 ഒരു ന്യൂട്രൽ ചാർജ് ആണ്. ഇവിടെ നെഗറ്റീവ് ചാർജ് ഉള്ള ആര് മാത്രമേ ഉള്ളൂ? ക്ലോറിനാ ഉള്ളത്. ഒരു ക്ലോറിന് -1, 3 ക്ലോറിൻ വന്നുകൊണ്ട് എന്താ എത്ര വരും? 3 അല്ലേ വരുന്നത്. അതുകൊണ്ട് ഇതിന്റെ പ്രൈമറി വാലൻസി നമുക്ക് എന്ത് പറയാം? 3. പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺ. നെഗറ്റീവ് അയോൺ ക്ലോറിൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതേ ചോദ്യം സെക്കൻഡറി വാലൻസി ആണെങ്കിൽ കണ്ടോ, ലിഗാൻഡായ NH3യുടെ എണ്ണാണ് എടുക്കേണ്ട, 6 എന്നാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതേ അടുത്തൊരു ചോദ്യം ചോദിച്ചത് വാട്ട് ആർ ദ പോസ്റ്റുലേറ്റ് ഓഫ് വെർണേസ് തിയറി. നമ്മളിപ്പോൾ പറഞ്ഞു വെർണേസ് തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് എഴുതുക. 2 മാർക്കിന് നിങ്ങൾക്ക് വരുന്ന ഒരു ചോദ്യമാണ് കേട്ടോ, 2 മാർക്സ്. ഓക്കെ, എങ്കിൽ ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഐസോമെറിസം. നോക്കിക്കേ, ഐസോമെറിസം ഏറ്റവും പ്രധാനപ്പെട്ട ഐസോമെറിസം കൂടുതലും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന പാർട്ടിൽ നിന്നുള്ളതാണ്. സ്ട്രക്ചറലും ഉണ്ട്, നമുക്ക് ജോമെട്രിക്കൽ ഐസോമെറിസം ഉണ്ട്. ഓക്കെ, സ്ട്രക്ചറലും ഉണ്ട്, സ്റ്റീരിയോ ഐസോമെറിസം ഉണ്ട്. ഓക്കെ, ഇതിലെ സ്ട്രക്ചറൽ ഐസോമെറിസം നമുക്ക് നോക്കാം. സ്ട്രക്ചറൽ ഐസോമെറിസം 4 വിധത്തിലുണ്ട്. ഒന്നാമത്തത് അയണൈസേഷൻ ഐസോമേഴ്സ്. എന്താണ് അയണൈസേഷൻ ഐസോമേഴ്സ്? ഐസോമേഴ്സ് ഹാവ് ഡിഫറെന്റ് അയോൺസ് ഇൻ സൊല്യൂഷൻ. ഫോർ എക്സാമ്പിൾ ദേ നോക്കിക്കേ, ഇതിന്റെ പേര് നമുക്ക് പറയാം. കണ്ടോ, പെന്റ അമീൻ സൾഫേറ്റോ കൊബാൾട്ട് 3 ബ്രോമൈഡ്. ഇവിടെ ഞാൻ എന്താ ചെയ്തത്? കോർഡിനേഷൻ സ്ഫിയറിന്റെ ഉള്ളിലാണ് SO4ഉം പുറത്താണ് ബ്രോമിൻ. ഞാൻ ദേ അവരെ 2 പേരെ എക്സ്ചേഞ്ച് ചെയ്ത് ഔട്ട്സൈഡിൽ കിടന്ന ബ്രോമിനെ കോർഡിനേഷൻ സ്ഫിയറിന്റെ ഉള്ളിലും കൊണ്ടുവന്ന് കോർഡിനേഷൻ സ്ഫിയറിന്റെ ഉള്ളിൽ കിടന്ന SO4നെ ഔട്ട്സൈഡിലും കൊണ്ടുവന്ന്. അപ്പോൾ ആദ്യത്തെ കോംപ്ലക്സിന്റെ പേര് എന്ത് വന്നു? പെന്റ അമീൻ സൾഫേറ്റോ കൊബാൾട്ട് 3 ബ്രോമൈഡ്. അതിൻ്റെ അയണൈസേഷൻ ഐസോമറായിട്ട് എന്ത് പറയാം? പെന്റ അമീൻ ബ്രോമിഡോ കൊബാൾട്ട് 3 സൾഫേറ്റ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് പ്രത്യേകം നോട്ട് ചെയ്തോണം കേട്ടോ. നമുക്ക് ചിലപ്പോൾ 3 മാർക്കിന് എക്സ്പ്ലെയിൻ സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. രണ്ടാമത്തത് സോൾവേറ്റ് അഥവാ ഹൈഡ്രേറ്റ് ഐസോമെറിസം. നോക്കിക്കേ, എന്താണ് സോൾവേറ്റ് അഥവാ ഹൈഡ്രേറ്റ് ഐസോമെറിസം? ഡിഫറെന്റ് നമ്പർ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ബോണ്ടഡ് ടു മെറ്റൽ. ആ മെറ്റലിൽ ബോണ്ടഡ് ആയിട്ടുള്ള സോൾവെന്റ് മോളിക്യൂൾസിന്റെ എണ്ണം, സോൾവെന്റ് മോളിക്യൂൾസ് സാധാരണയായിട്ട് വാട്ടറൊക്കെ വരുന്നത്, അവരുടെ എണ്ണത്തിലുള്ള ഡിഫറൻസ് വെച്ചാണ് നമ്മൾ സോൾവേറ്റ് അഥവാ മറ്റൊരു പേരാണ് ഹൈഡ്രേറ്റ് ഐസോമെറിസം എന്നുകൂടെ അറിയപ്പെടും. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിക്കേ, CrH2O6Cl3. ഇവിടെ ക്രോമിയായിട്ട് 6 H2O ബോണ്ടഡ് ആണ്. ഓക്കെ, പക്ഷെ അടുത്ത കോമ്പൗണ്ട് നോക്കിക്കേ, CrH2O5Cl. അതായത് നമ്മൾ ഇവിടെ ചെയ്തത് എന്താണ്? ഇവിടെ ക്രോമിയത്തിന്റെ കോർഡിനേഷൻ നമ്പർ H2O 6 ആണ് വന്നിരിക്കുന്നത്. കോർഡിനേഷൻ നമ്പർ ചേഞ്ച് ചെയ്യുന്നില്ല. അടുത്ത കേസിലും കണ്ടോ, ഒരു H2O ദേ നോക്കിക്കേ പുറത്തേക്ക് പോയി, പകരം ഒരു ക്ലോറിൻ നേരെ കണ്ടോ അകത്തേക്കും വന്നു. അപ്പൊ ഇവരുടെ മോളിക്കുലാർ ഫോർമുല മാറുന്നില്ല. കണ്ടോ, കോർഡിനേഷൻ സ്ഫിയറിലെ കണ്ടോ സോൾവെന്റ് മോളിക്യൂൾസിന്റെ എണ്ണം ഡിഫറൻ്റ് ആയി. ആദ്യത്തെ കേസിൽ H2O 6, അടുത്ത കേസിൽ കണ്ടോ ഡിഫറൻറ്റ് കണ്ടോ H2O 5 വന്നു കോർഡിനേഷൻ സ്ഫിയറിൽ. അപ്പൊ ഈ ഐസോമെറിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോൾവേറ്റ് അഥവാ ഹൈഡ്രേറ്റ് ഐസോമെറിസം. നിങ്ങൾ എല്ലാ ഐസോമെറിസത്തിനും ഒരു എക്സാമ്പിൾ കാണാതെ പഠിച്ചോണം കേട്ടോ. ഓക്കെ, മൂന്നാമത്തത് കോർഡിനേഷൻ ഐസോമെറിസം. എങ്കിൽ എന്താണ് കോർഡിനേഷൻ ഐസോമെറിസം? ദ ലിഗാൻസ് ആർ ഇന്റർചേഞ്ച്ഡ് ഇൻ ബോത്ത് കാറ്റയോണിക് ആൻഡ് ആനിയോണിക് അയോൺസ്. കേട്ടോ, ലിഗാൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇന്റർചേഞ്ച് ചെയ്യാണ്. ദേ നോക്കിക്കേ, ഇന്റർചേഞ്ച് ചെയ്യുന്നത് CONH3 CrCN6.
ഇവിടെ ലിഗാൻസിനെ ഇന്റർചേഞ്ച് ചെയ്യാണ്. ആദ്യത്തെ കേസിൽ കൊബാൾട്ടിന്റെ കൂടത്തിൽ NH3 അല്ലേ വന്നത്, ക്രോമിയത്തിന്റെ കൂടത്തിൽ സയനൈഡ് ആണ്. അത് ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ അതേ കണ്ടോ, ക്രോമിയത്തിന്റെ കൂടത്തിൽ സയനൈഡിന് പകരം ആര് വന്നു, NH3 അമിനോ എന്ന ലിഗാൻഡും വന്നു. കൊബാൾട്ടിന്റെ കൂടത്തിൽ NH3ക്ക് പകരം സയനിഡോയും വന്നു. അങ്ങനെ കാറ്റിയോണിക്കും ആനിയോണിക് അയോൺസിനെയും നമ്മൾ എന്ത് ചെയ്ത് അതിലെ ലിഗാൻസിനെ ഇന്റർചേഞ്ച് ചെയ്യുന്ന വഴി ഉണ്ടാകുന്ന ഐസോമർസത്തിനെ എന്ത് വിളിക്കാം, കോർഡിനേഷൻ ഐസോമർസം എന്ന് വിളിക്കാം. ഓക്കെ, ഇതിലെ ലാസ്റ്റ് ഐസോമർസം ലിങ്കേജ് ഐസോമർസം. എന്താണ് ലിങ്കേജ് ഐസോമർസം? ആ പേര് തന്നെ ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരണം, ഒരു ആംബിഡെന്റേറ്റ് ലിഗാൻഡ് ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐസോമർസമാണ് ലിങ്കേജ് ഐസോമർസം. നമ്മൾ പഠിച്ചു NO2 വന്നാൽ നൈട്രിറ്റോ N എന്നാണ് വായിക്കുന്നത്. NO2ന്റെ മറ്റൊരു ഇത് ആംബിഡെന്റേറ്റ് ലിഗാൻഡായ NO2ന് കണ്ട നൈട്രജൻ വഴിയും ഓക്സിജൻ വഴിയും ലിഗേറ്റ് ചെയ്യാം. ONO കണ്ട, NO2ഉം ONO. ഇപ്പൊ കോമ്പൗണ്ടിന്റെ പേര് കണ്ട, CONH3 ONO വന്നാൽ നൈട്രിറ്റോ O എന്നാണ് വായിക്കുന്നത്. കണ്ടോ, പെന്റ അമീൻ നൈട്രിറ്റോ O എന്നാണ് വായിക്കുന്നത്. ഇവിടെ എന്ത് വരും, പെന്റ അമീൻ നൈട്രിറ്റോ N എന്നാണ് വായിക്കുന്നത്. കണ്ടോ, ഇവിടെ ONO, ഇവിടെ NO2. അല്ലെങ്കിൽ SCNഉം NCSഉം നമുക്ക് എടുക്കാം. ഒരു ആംബിഡെന്റേറ്റ് ലിഗാൻഡിന്റെ പ്രസൻസിലുള്ള ഐസോമർസത്തെ എന്ത് വിളിക്കാം, ലിങ്കേജ് ഐസോമർസം. അപ്പോൾ ഐസോമർസം എല്ലാവരും ഓക്കെ അല്ലേ? എങ്കിൽ ഐസോമെറിസം എന്ന പാട്ടിൽ നിന്ന് നമുക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ 4 ടൈപ്സ് ഓഫ് സ്ട്രക്ചറൽ ഐസോമെറിസം ഷോൺ ബൈ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്? കണ്ട, 4 എണ്ണത്തിന്റെയും പേര്. ഐഡന്റിഫൈ ദ ഐസോമെറിസം ഷോൺ ബൈ ഫോളോയിങ് പെയർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഇവിടെ ദേ കാണുമ്പോഴേ മനസ്സിലാവും. നോക്കിക്കേ, 4 ഐസോമെറിസം. ഇവിടത്തെ ഐസോമെറിസം ഏത് വരും, CONH3 BRഉം SO4. ഇപ്പൊ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ നോക്കിക്കേ, BRഉം SO4ഉം പരസ്പരം ഇന്റർചേഞ്ച് ചെയ്ത് SO4ഉം BRഉം ഏതാണ്, അയണൈസേഷൻ ഐസോമർസം അല്ലേ? അടുത്ത നോക്കിക്കേ, CRന്റെ കൂടത്തിൽ NH3യും കൊബാൾട്ടിന്റെ കൂടത്തിൽ സയനൈഡും വന്ന. അപ്പൊ അതേ നമ്മൾ അതിലെ ലിഗാൻസിനെ എക്സ്ചേഞ്ച് ചെയ്തു. കൊബാൾട്ടിന്റെ കൂടത്തിൽ NH3യും വന്ന് ക്രോമിയത്തിന്റെ കൂടത്തിൽ സയനൈഡ്. ഇത് ഏത് ഐസോമർസം ആണ്? നമ്മളിപ്പോൾ പറഞ്ഞ കോർഡിനേഷൻ ഐസോമർസം. അപ്പൊ അതേ കണ്ടോ, ആൻസർ നമുക്ക് പറയാൻ കണ്ട. ആദ്യത്തെ 4 ടൈപ്പ് ഏതൊക്കെയാണ്? അയണൈസേഷൻ ഐസോമർസം, ഹൈഡ്രേറ്റ് ഐസോമർസം, ലിങ്കേജ് ഐസോമർസം, കോർഡിനേഷൻ. കണ്ടോ, ഫസ്റ്റ് വൺ കോമ്പൗണ്ടിൽ അയണൈസേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു. സെക്കൻഡ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ തന്നെയാണ് കോർഡിനേഷൻ ഐസോമർസം. ഓക്കെ അല്ലേ? എങ്കിൽ ഇതിലെ മറ്റൊരു കൺസെപ്റ്റാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, വാലൻസ് ബോണ്ട് തിയറി അഥവാ BB തിയറി. ഇതിന്റെ പോസ്റ്റിലേറ്റ് ചോദിക്കും. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് മാർക്ക് 4 മാർക്ക് 4 ഓർ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഒന്നേ ഐസോമർസം എക്സ്പ്ലെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ BB തിയറി എന്ന പാർട്ടിൽ നിന്നാണ്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിച്ചോണം. നോക്കിക്കേ, BB തിയറിയുടെ പോസ്റ്റുലേറ്റ് പറയണത്, ദ സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺ പ്രൊവൈഡ്സ് റിക്വയർഡ് നമ്പർ ഓഫ് എംപ്റ്റി ഓർബിറ്റൽ ടു ഫോം കോർഡിനേറ്റ് ബോണ്ട് വിത്ത് സ്യൂട്ടബിൾ ലിഗാൻസ്. അതായത് ഒരു മെറ്റൽ ആറ്റത്തിലെ എംപ്റ്റി ഓർബിറ്റൽസ് ആണ് കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യിക്കുന്നത്. ആരായിട്ട് കമ്പൈൻ ചെയ്ത്? ലിഗാൻഡായിട്ട് കമ്പൈൻ ചെയ്ത്. ഇതാണ് ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്. ഇനി രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് ആയിട്ട് പറയുന്നത്, ദ എംപ്റ്റി അറ്റോമിക് ഓർബിറ്റൽസ് സോ പ്രൊവൈഡഡ് അണ്ടർഗോ ഹൈബ്രിഡൈസേഷൻ. ഇങ്ങനെ എംപ്റ്റി ഓർബിറ്റൽസ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്ത് ഇക്വലൻ നമ്പർ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഫോം ചെയ്യും. അവർക്ക് എല്ലാവർക്കും സെയിം എനർജി ആയിരിക്കും. കണ്ടോ, എത്ര എണ്ണം പങ്കെടുക്കുവോ അത്രയും ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യും. ഓക്കെ, ഇനി ഈ ഹൈബ്രിഡൈസേഷന്റെ ടൈപ്പും അതുപോലെ തന്നെ അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ എണ്ണവും വെച്ച്, ഹൈബ്രിഡൈസേഷന്റെ ടൈപ്പ് വെച്ച് നമുക്ക് ഷേപ്പും ഡിറ്റർമിൻ ചെയ്യാം. അതുപോലെ തന്നെ അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം, അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമുക്കറിയാം പാരാമാഗ്നറ്റിസം, പെയ്ഡ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിസം. ഇവരുടെ മാഗ്നറ്റിക് ബിഹേവിയറും ഷേപ്പും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മുടെ BB തിയറിയുടെ 3 പ്രധാന പോസ്റ്റുലേറ്റ്. ഇനി മറ്റ് 2 പോസ്റ്റുലേറ്റ് പറയണ എന്താ? കണ്ടോ, ഇഫ് ദ കോംപ്ലക്സ് കണ്ടെയ്ൻ, ഞാനിപ്പോൾ പറഞ്ഞു അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഏത് മാഗ്നറ്റിസം? പാരാമാഗ്നറ്റിസം ആയിരിക്കും. ഇനി ഇതിലെ എല്ലാ ഇലക്ട്രോൺസും പെയ്ഡ് ആണെങ്കിൽ നമുക്ക് പറയാം ഏത് മാഗ്നറ്റിസം ആയിരിക്കും? ഡയാമാഗ്നറ്റിസം ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കൺസെപ്റ്റ് ആണ് ചില ലിഗാൻസിന്റെ കേസ്. അതായത് CN- എന്നൊക്കെ പറയുന്നത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വന്നാൽ അവിടെ അത് പെയറിംഗ് ആണ് നടക്കുന്നത്. ഇലക്ട്രോൺസ് എല്ലാം പെയർ ചെയ്യും. പെയർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം കുറയും. അതുകൊണ്ട് അവിടെ കണ്ടോ, CN- എന്ന സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിന്റെ പ്രസൻസിൽ പെയറിംഗ് നടക്കുന്നത് കൊണ്ട് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ്, അതായത് ഇന്നർ ഡി ഓർബിറ്റൽ ആയിരിക്കും അവിടെ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത്. ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യണം. ഒരു എക്സാമ്പിൾ D2sp3. ഓക്കെ, ഇനി ഇതേ കേസ് തന്നെ പറയാം.
ഇനി വീക്ക് ഫീൽഡ് ലിഗാൻഡ് നമ്മുടെ Cl-, Br-, ക്ലോറിഡോ, ബ്രോമിഡോ അവരൊക്കെ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. Cn-, ഓക്സലേറ്റോ ഇവരൊക്കെയാണ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്. വീക്ക് ഫീൽഡ് ലിഗാൻഡിന്റെ പ്രസൻസിലാണെങ്കിൽ ഡി ഓർബിറ്റൽസിന്റെ കേസിൽ നമുക്ക് പറയാം ഔട്ടർ ഡി ഓർബിറ്റൽ ആയിരിക്കും പങ്കെടുക്കുന്നത്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് പറയാം ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യണം. അപ്പോൾ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ അവിടെ പെയറിംഗ് നടക്കുകയില്ല, അവിടെ സ്പ്ലിറ്റിംഗ് ആയിരിക്കും നടക്കുന്നത്. പെയറിംഗ് നടക്കാത്തതുകൊണ്ട് അൺപെയർഡ് ഇലക്ട്രോണിന്റെ എണ്ണം കൂടുതലായിരിക്കും. അവിടെ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം, കണ്ടോ sp3d2 ആ ടൈപ്പ് ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇവരുടെ മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഡി ആൻഡ് എഫിൽ ഡിസ്കസ് ചെയ്ത അതേ ഇക്വേഷൻ തന്നെ μ=√n×n+2 bm ബോർ മാഗ്നറ്റോൺ. n ഈസ് നോൺ ആസ് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ VB തിയറിയുടെ പോസ്റ്റുലേറ്റ്. എങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ്, VB തിയറിയുടെ പോസ്റ്റുലേറ്റും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡ്രോ ദ ഹൈബ്രിഡൈസേഷൻ സ്കീം ഓഫ് CONH3 6 3+, അഥവാ കണ്ടോ ഹെക്സാ അമീൻ കൊബാൾട്ടേറ്റ് 3 ബേസ്ഡ് ഓൺ വാലൻസ് ബോണ്ട് തിയറി. VB തിയറി പ്രകാരം ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ, ജോമെട്രി, മാഗ്നറ്റിക് ബിഹേവിയർ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, കണ്ടോ ഇവിടെ കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് NH3 ന്യൂട്രൽ ലിഗാൻഡ് ആണ്. കൊബാൾട്ട് നമുക്ക് എന്ത് വരും, കൊബാൾട്ട് അറ്റോമിക് നമ്പർ 27, കണ്ടോ ആർഗൺ കഴിഞ്ഞ് 3d7 4s2 അല്ലേ. കൊബാൾട്ട് നോക്കിക്കേ, NH3 ന്യൂട്രൽ ആയതുകൊണ്ട് കൊബാൾട്ട് 3+ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതേ നമുക്ക് കോൺഫിഗറേഷൻ എന്ത് പറയാം, കണ്ടോ കൊബാൾട്ടിന്റെ കേസ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് കണ്ടോ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് വരുന്നത്. 3 എണ്ണം പോയി കഴിഞ്ഞ് കണ്ടോ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയതുകൊണ്ട് CO3+ന്റെ കോൺഫിഗറേഷൻ എത്ര വരും, 4s നിന്ന് 2 എണ്ണം പോകും, 3dയിൽ നിന്ന് 1 എണ്ണം പോകും, 3d6 കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് അവരെ ഒന്ന് സ്കെച്ച് ചെയ്ത് നോക്കാം. ഇതേ നോക്കിക്കേണ്ട, CO3+നെ വരച്ച് വെച്ചിരിക്കുകയാണ്. 3d6 അല്ലേ വന്നത്, കണ്ട 3d6. ഈ 3d6നെ വരച്ച് കണ്ടത് ആദ്യം 5 എണ്ണം, 6ാമത്തത് ഇവിടെ. ഓക്കെ, ഇനി ഇവിടെ നമ്മുടെ ലിഗാൻഡ് ആയിട്ട് വന്നിരിക്കുന്നത് ആരാണ്, NH3 എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. NH3 എന്ന് പറയുന്നത് അത് തന്നെ നമ്മുടെ ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് നടന്നാൽ പെയറിങ് ചെയ്യും. അതായത് ഇവിടെ ഇപ്പൊ 6 എണ്ണം ഇല്ലേ, ഓക്കെ, ഇവര് പെയർ ചെയ്യും. പെയർ ചെയ്യുമ്പോൾ അതേ നോക്കിക്കേ, കണ്ട ഈ 1 2 3 4 ഇവരും കൂടെ പെയർ ചെയ്ത് കണ്ട ഡിയിൽ ദേ നോക്കിക്കേ, കണ്ടോ പെയർ ചെയ്ത് വന്നു. ഓക്കെ, അപ്പം പെയറിംഗ് നടത്തിയാൽ നമ്മൾ പറഞ്ഞു അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം കുറയും, അഥവാ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതേ നോക്കിക്കോ, ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിന്റെ പ്രസൻസിൽ കണ്ട 3D ഓർബിറ്റൽസ് പെയർ ചെയ്യും. അതായത് കണ്ടോ ഇവിടെ പെയർ ചെയ്യും. അപ്പോൾ 3Dയിൽ നമുക്ക് വരക്കാം. ദേ നോക്കിക്കേ, ഡിയിൽ ഇത്ര ഇലക്ട്രോണേ ഉള്ളൂ. പിന്നെ റിമൈനിങ് ആയിട്ടുള്ളത് ആരാണ്, 4s-ഉം 4p. അപ്പോൾ ദേ നോക്കിക്കേ, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിന്റെ പ്രസൻസിൽ പെയറിംഗ് നടന്നു. ഇനി നമുക്ക് എത്ര പേരെ ഒക്കുപ്പൈ ചെയ്യണം, 6 NH3നെ ഒക്കുപ്പൈ ചെയ്യണമെങ്കിൽ വേക്കൻ്റ് ആയിട്ടുള്ള 6 പേര് വരണ്ടേ. 6 പേര് വരുമ്പോൾ അതേ ഹൈബ്രിഡൈസേഷൻ, ഇവിടുത്തെ D 2 എണ്ണം, ഒരു S 3 P. ഏത് ഹൈബ്രിഡൈസേഷനെ വരുവുള്ളൂ, D2sp3. ഇനി ഇവിടെ നോക്കിക്കേ, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വന്നാൽ പെയറിംഗ് നടക്കും. പെയറിംഗ് വന്നാൽ അൺപെയർഡ് ഇലക്ട്രോൺ ആബ്സെന്റ് അല്ലേ. ഏത് മാഗ്നറ്റിസം ആയിരിക്കും, ഡയാമാഗ്നറ്റിസം. ഇനി ഇവിടെ ഏത് ഹൈബ്രിഡൈസേഷനാണ് വന്നത്, D2sp3. നമുക്ക് ഹൈബ്രിഡൈസേഷനും ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. D2sp3 വന്നാൽ എപ്പോഴും ഷേപ്പ് പഠിച്ചോണം. D2sp3 ആണെങ്കിലും sp3d2 ആണെങ്കിലും ഷേപ്പ് എപ്പോഴും ഒക്ടാഹിഡ്രൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അൺപെയർഡ് ഇലക്ട്രോൺ ആബ്സെന്റ് ആയതുകൊണ്ട് നമുക്ക് പറയാം ഏത് മാഗ്നറ്റിസം ആയിരിക്കും, ഡയാമാഗ്നറ്റിസം. ഇവിടെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിന്റെ പ്രസൻസിൽ പെയറിംഗ് നടന്നതുകൊണ്ടാണ് ഇതിന് ഏത് മാഗ്നറ്റിസം വന്നത്, ഡയാമാഗ്നറ്റിസം വന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്ത നമ്മുടെ ലാസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. അപ്പോൾ ഈ ചാപ്റ്ററിന് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആദ്യത്തെ പാർട്ടിൽ നിന്ന് നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് അങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനാണ് ചോദിക്കുന്നത്. ഈ VB തിയറി, വാലൻസ് ബോണ്ട് തിയറി, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, ഇതിൽ നിന്നാണ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. ഈ കൺസെപ്റ്റ് എല്ലാവരും നന്നായിട്ട് പഠിച്ചോണം. എങ്കിൽ എന്താണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പറയുന്നത്, അക്കോർഡിംഗ് ടു ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, അതായത് ഒരു ലിഗാൻഡിന്റെ പ്രസൻസ്, നമ്മുടെ ഈ ഡി ഓർബിറ്റൽസിനെ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്നാണ് വിളിക്കുന്നത്. അതായത് എല്ലാ 5 ഡി ഓർബിറ്റൽസ് ഉണ്ട്, DXY, DXZ, DYZ, DX² - Y² ആൻഡ് DZ². ഈ 5 ഡി ഓർബിറ്റൽസിനും സെയിം എനർജി വരുന്നത് കൊണ്ട് ഇവരെ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്നാണ് വിളിക്കുന്നത്.
അതായത് ഒരു ലിഗാൻഡ് ഫീൽഡിന്റെ പ്രസൻസിൽ നമുക്ക് പറയാൻ സാധിക്കും ഇവരുടെ ഡീജനറസി ലോസ്റ്റ് ചെയ്യും. അഥവാ ഇവർ ഡീജനറസി ലോസ്റ്റ് ചെയ്തിട്ട് ഇവരുടെ എനർജി നമുക്ക് പറയാൻ കണ്ടോ, ഡീജനറസി നഷ്ടപ്പെട്ടിട്ട് ഇവർ ഡിഫറൻറ്റ് എനർജി ലെവൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ഇനി ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? നമ്മുടെ ലിഗാൻഡിൻ്റെ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 തരം സ്പ്ലിറ്റിംഗ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ സ്പ്ലിറ്റിംഗ്. നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് ചോദിക്കുന്നതാ. അതായത് ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ കേസിൽ സ്പ്ലിറ്റിംഗ് നടക്കുന്നത് നമ്മുടെ 5 ഡി ഓർബിറ്റൽസിനും ഒരേ എനർജിയാണ്. നിങ്ങൾ തിയറി എക്സ്പ്ലനേഷൻ ചെയ്തോണം. ഓക്കെ, 5 ഡി ഓർബിറ്റൽസിനും ഒരേ എനർജിയാണ്. ഒരു ഒക്ടാഹെഡ്രൽ ഫീൽഡിൻ്റെ പ്രസൻസിൽ നമുക്ക് പറയാം, അതായത് ഈ 5 ഡി ഓർബിറ്റൽസിൽ നമ്മുടെ ഇൻബിറ്റ്വീൻ്റെ ആക്സിസിലുള്ള ഡി എക്സ് വൈ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്, അവരെ ആക്സിസിന് ഇൻബിറ്റ്വീൻ ആണ് സ്ട്രക്ചർ വരക്കുമ്പോൾ. ഇൻബിറ്റ്വീൻ്റെ ആക്സിസിലുള്ള ഡി എക്സ് വൈ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്, ഇവരെ വിളിക്കുന്ന പേരാണ് T2G ഓർബിറ്റൽ. ഒക്ടാഹെഡ്രൽ ഫീൽഡിൻ്റെ പ്രസൻസിൽ എപ്പോഴും ഈ T2G ഓർബിറ്റൽസിന് ലോവർ എനർജിയും വരും. എലോങ് ദ ആക്സിസിലുള്ള അഥവാ EG ഓർബിറ്റലായ DX2-Y2നും DZ2നും ഹയർ എനർജിയും വരും. അങ്ങനെയാണ് അവർ സ്പ്ലിറ്റ് ചെയ്യണം. കണ്ട, ആദ്യം T2G ആയിരിക്കും ഫില്ല് ചെയ്യുന്ന, അതിന് ശേഷമേ EGയിലേക്ക് ഇലക്ട്രോൺസ് പോകുകയുള്ളൂ. ഓക്കെ, ഇവർ തമ്മിലുള്ള ആ എനർജി ഡിഫറൻസിന് കണ്ട ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്, O എന്ന് വെച്ചാൽ ഒക്ടാഹെഡ്രൽ ഫീൽഡ് എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, ഈ ഡിസ്റ്റൻസും പഠിച്ചോണം. 3/5 ഡെൽറ്റ O. കണ്ടോ, ആ സെൻറ്ററിൽ നിന്ന് ഇവിടെ വരെയുള്ളത് -2/5 ഡെൽറ്റ O അല്ലെങ്കിൽ -0.4 ഡെൽറ്റ O. ഓക്കെ, ഇത് ഫിഗർ എല്ലാവരും വരച്ച് പഠിച്ചോണം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒരു ടെട്രാഹെഡ്രൽ കോംപ്ലക്സിന്റെ കേസിലാണെങ്കിൽ നമുക്ക് പറയാം, കണ്ടോ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് പറയാം. ടെട്രാഹെഡ്രൽ കോംപ്ലക്സിന്റെ പ്രസൻസ് ഈ 5 ഡി ഓർബിറ്റലിൽ സംഭവിക്കുന്നത് എന്താണ്? ഒക്ടാഹെഡ്രലിൽ കണ്ടോ TTG ഓർബിറ്റലിനാണ് ലോവർ എനർജി എങ്കിൽ ഒരു ടെട്രാഹെഡ്രൽ കോംപ്ലക്സിന്റെ പ്രസൻസിൽ ഒരു ടെട്രാഹെഡ്രൽ ഫീൽഡിൽ സ്പ്ലിറ്റിംഗ് നടക്കുമ്പോൾ നമുക്ക് പറയാം ഇവിടെ എനർജി ഏറ്റവും ലീസ്റ്റ് വരുന്നത് കണ്ടോ നമ്മുടെ ഇൻബിറ്റ്വീൻ്റെ ആക്സിസിലുള്ളവർക്ക് എനർജി ഹയറും വരും. ഇൻബിറ്റ്വീൻ്റെ ആക്സിസിലുള്ള T2G ഓർബിറ്റലായ T2G ആണ് കേട്ടോ. ഇൻബിറ്റ്വീൻ്റെ ആക്സിസിലുള്ള കണ്ടോ T2G ഓർബിറ്റലായ ആർക്കാണ്? DXY, DXZ, DYZന് ഹയർ എനർജിയും വരും. കണ്ടോ EG ആക്സിസിലുള്ള ആരാണ് നമ്മുടെ? കണ്ടോ EG ആക്സിസിലുള്ള കണ്ടോ DX2-Y2നും DZ2നും ലോവർ എനർജി വരും. അങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ 2 ഡയഗ്രാം തമ്മിലുള്ള വ്യത്യാസം പഠിച്ചോണം. ടെട്രാഹെഡ്രൽ ഫീൽഡിൽ കണ്ടോ ഇൻബിറ്റ്വീൻ്റെ ആക്സിസിലുള്ള അഥവാ T2G ഓർബിറ്റലായ DXY, DXZ, DYZന് ഹയർ എനർജിയും എലോങ് ദ ആക്സിസിലുള്ളവർക്ക് ലോവർ എനർജി വരും. അവർ തമ്മിലുള്ള സ്പ്ലിറ്റിംഗ് എനർജിയെ കണ്ട ഡെൽറ്റ T എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. ഈ ഡയഗ്രാം എല്ലാവരും വരച്ച് പഠിച്ചോണം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇഫ് ഡെൽറ്റ O കണ്ട ഒക്ടാഹെഡ്രൽ ഡെൽറ്റ O ലെസ് ദാൻ P എന്ന് വെച്ചാൽ പെയറിംഗ് എനർജി, കോംപ്ലക്സ് ഈസ് ഹൈ സ്പിൻ ആൻഡ് ലിഗാൻഡ് ഈസ് വീക്ക് ഫീൽഡ് ലിഗാൻഡ്. അത് ഓർത്തോണം കേട്ടോ. സ്പ്ലിറ്റിംഗ് എനർജി ആണ് കണ്ടോ. സ്പ്ലിറ്റിംഗ് എനർജി കുറവാണെങ്കിൽ നമുക്ക് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്, അതായത് അവിടെ പെയറിങ്ങേ നടക്കുകയുള്ളൂ. ഇനി സ്പ്ലിറ്റിംഗ് എനർജി കൂടുതലാണെന്ന് വിചാരിച്ചോ. സ്പ്ലിറ്റിംഗ് എനർജി കൂടുതലാണെങ്കിൽ നമുക്ക് പറയാം സ്പ്ലിറ്റിംഗ് എനർജി കൂടുതലാണെങ്കിൽ അവിടെ നോക്കിക്കേ ലിഗാൻഡ് ഏതായിരിക്കും? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയിരിക്കും. അത് ഏത് സ്പിൻ കോംപ്ലക്സേ ഫോം ചെയ്യിക്കുകയുള്ളൂ? ലോ സ്പിൻ കോംപ്ലക്സേ ഫോം ചെയ്യിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു കൺസെപ്റ്റും നോക്കിക്കോണം എല്ലാവരും. ഓക്കെ, ഇനി ദേ നമ്മുടെ ഈ പാട്ടിൽ നിന്നൊരു ചോദിച്ച ചോദ്യമാണ് ഡ്രോ ദ ഡയഗ്രാം വിച്ച് ഇൻഡിക്കേറ്റ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻ ടെട്രാഹെഡ്രൽ ഫീൽഡ്. നമ്മളിപ്പോൾ ദേ വരച്ച ഈ ഡയഗ്രാം വരക്കാനാണ്. ഡയഗ്രാം വരക്കാനും ഇതിൻ്റെ എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് സാധാരണയായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് D&F ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് D&F കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് കണ്ട 6, 7, 13 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. എല്ലാവരും നന്നായിട്ട് ബോർഡ് എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇപ്പം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത എല്ലാ പ്രധാനപ്പെട്ട കൺസെപ്റ്റും നിങ്ങൾ നന്നായിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. താങ്ക് യു ഓൾ ഓഫ് യു.